Good evening everybody. So നമ്മൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്, വാം ഗുഡ് ഈവനിങ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും സൗണ്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആണോ? ഒന്ന് പറയുമോ, എനിക്കൊരു ഫീഡ്ബാക്ക് തരുമോ? നിങ്ങൾ കുറച്ച് ആൾക്കാർ അവിടെ ഓൾറെഡി കാത്തു നിൽക്കുന്നുണ്ടാവും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എനിക്ക് തോന്നുന്നത് +2 ഫിസിക്സിൽ അല്ലെങ്കിൽ ഇപ്പോൾ +1 ഫിസിക്സിലുള്ള ഒരു മെക്കാനിക്കൽ പാർട്ടുണ്ട്, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ എന്നൊക്കെ പറഞ്ഞ് നല്ല രസമാണ് അതിനകത്ത് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ രസമുള്ള +2 ഫിസിക്സിലെ ഏറ്റവും രസമുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളിന്നിവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സാധനം അല്ലേ. സോ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ DTSൻ്റെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷനിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും നമ്മൾ വെൽക്കം ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോപ്പയുടെ ടെസ്റ്റ് സീരീസ് ഇറ്റ് ഈസ് റെഗുലർലി നടക്കുന്നുണ്ട്. പുതിയ ഒരു ടെസ്റ്റ് സീരീസ് ഈ മന്തിലേക്കുള്ള ടെസ്റ്റ് സീരീസിൻ്റെ ഷെഡ്യൂൾ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റെഗുലറായിട്ട് ഈ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, യു വിൽ ബി ഗെറ്റിംഗ് ആൻ ഐഡിയ ഹൗ ടു അപ്രോച്ച് പ്രോബ്ലംസ്. ബേസിക്കലി ഫിസിക്സിലൊക്കെ അല്ലെങ്കിൽ കെമിസ്ട്രിയിലൊക്കെ ബയോളജിയിലാണെങ്കിൽ പോലും ഈ ഓരോ പ്രോബ്ലം വൈസ് അപ്രോച്ച് ചെയ്ത് പോകുന്ന സമയത്താണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ടാവുക, ഇത് എങ്ങനെയാണ് മുന്നോട്ട് പോവുക, എന്താണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ആരാ എനിക്കൊരു ഹായ് അയക്കുന്നത് ആദ്യമായിട്ട്? സോ ഫസ്റ്റത്തെ ഹായ് ആരാ അവിടെ അയക്കുക എന്നുള്ളതായിരുന്നു നോക്കാം കേട്ടോ. സോ ബേസിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമ്മൾ എങ്ങനെയാണ് ഒരു നീറ്റ് അല്ലെങ്കിൽ ഒരു സാധനത്തിന് പഠിക്കുക. ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികളുണ്ടാവും, +2 ടോപ്പിക്കാണ്, +2 പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേസിക് സാധനം നമ്മൾ സ്കൂളിൽ പഠിക്കാത്ത ഒരു കാര്യം എൻട്രൻസിന് വേണ്ടി വരുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് വാട്ട് പ്രോബ്ലം അപ്രോച്ച്, അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ പഠിച്ചെടുത്തേ പറ്റുള്ളൂ. അത് ഭയങ്കര നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ, യു നീഡ് ലോട്ട് ഓഫ് ടെസ്റ്റുകൾ. അതിന് വേണ്ടിയിട്ടാണ് ഡോപ്പ ടെസ്റ്റ് സീരീസ് വെക്കുന്നത്. ആ ഡോപ്പ ടെസ്റ്റ് സീരീസിലുള്ള ക്വസ്റ്റ്യൻസ് ആർ അബ്സല്യൂട്ട്ലി നീറ്റ് ലെവൽ. നീറ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഈസ് നീറ്റ് ലെവൽ എന്ന് വെച്ചാണല്ലോ, ദാറ്റ് ഈസ് ലെവൽ 0 എന്ന് പറയാൻ പറ്റും, ലെവൽ 1 എന്ന് പോലും പറയാൻ പറ്റില്ല, ലെവൽ 0. നല്ല ബേസിക് ആയിട്ട് താഴെ എന്നുള്ള സാധനങ്ങളാണ്. നിങ്ങളുടെ കൺസെപ്റ്റുകൾ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ സാധനങ്ങളുണ്ടാവുക. ആൻഡ് വൈ ഐ ആം കമ്മിങ് ഹിയർ ഇൻ ലൈവ് ഫോർ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ്റെ അപ്രോച്ച് ഇത് എങ്ങനെയാണെന്നുള്ള കാര്യം പഠിപ്പിച്ചു തരണം. സോ ദിസ് ഈസ് എ കണ്ടിന്യൂസ് എഫോർട്ട്. ആരാ പറയുക? സഞ്ജന. താങ്ക് യു സഞ്ജന, ഗുഡ് ഈവനിങ്. പിന്നെ മുജ്തബ വന്നിട്ടുണ്ട്. സോ ലെറ്റ് us സോൾവ് ദീസ് ക്വസ്റ്റ്യൻസ്. അതിന് മുമ്പ് തന്നെ ഇന്നലെ നടന്ന DTSൻ്റെ ടെസ്റ്റിൽ നമ്മുടെ ഡോപ്പ ആപ്പ് വഴിയിട്ട്, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാ ദിവസവും പറയുന്നതാണ്, ഡോപ്പ ആപ്പ് വഴിയിട്ട് DTSൻ്റെ ടെസ്റ്റുകൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ ഇന്നലെ നടന്ന DTSൻ്റെ ഇവിടെ കെമിക്കൽ കൈനറ്റിക്സ് കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ പേരാണ് വെച്ചിരുന്നത്. സോ ദിസ് ഈസ് കറണ്ട് ഇലക്ട്രിസിറ്റീൻ്റെ ടെസ്റ്റാണ്. കറണ്ട് ഇലക്ട്രിസിറ്റീൻ്റെ ടെസ്റ്റിനകത്ത് 80 മാർക്ക് മേടിച്ചിരിക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. അതിനകത്ത് 2 ആൾക്കാർക്ക് ഞാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൺഗ്രാജുലേഷൻ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് സെറീന ജേക്കബ്. ആക്ച്വലി ഷീസ് നോൺ ഡോപ്പ സ്റ്റുഡൻറ്റ്, ഡോപ്പയിൽ എൻറോൾ ആവാത്ത സ്റ്റുഡൻ്റാണ്. ആൻഡ് അതുപോലെ അതുല്യ ദാസ് പി, 2 ആൾക്കാരുണ്ട്. ഈ 2 ആൾക്കാരും, ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മൊബൈൽ കുറച്ച് 2 ദിവസമായിട്ട് എൻ്റെ വാട്സപ്പ് സ്റ്റക്കാണ്. സോ ഐ കനോട്ട് ഹാൻഡിൽ ദാറ്റ് തിങ്. സോ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, എൻ്റെ ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട് ഡോപ്പയിൽ, എൻ്റെ ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട്, എന്നെ വർക്ക് ചെയ്യുന്ന ആളുണ്ട്. സോ അവരുടെ നമ്പർ ഞാൻ എന്ത് ചെയ്യാം, ഞാൻ എന്താ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ 2 ആൾക്കാരും, അതായത് സെറീന ജേക്കബും അല്ലെങ്കിൽ അതുല്യ ദാസ് ആൾക്കാർ, 2 ആൾക്കാർ എന്ത് ചെയ്യുക വെച്ചാൽ, ഡെഫിനറ്റ്ലി ഈ നമ്പറിലേക്ക്, ഞാൻ ഇവിടെ എഴുതി തരുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 9645372200 എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നമ്മൾ ഗിഫ്റ്റുകൾ വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ. ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, ആ ഗിഫ്റ്റുകൾ നിങ്ങൾ വന്നിട്ട് മേടിച്ചിട്ട് പോവുക. നിങ്ങൾ ഓൾറെഡി പറഞ്ഞാൽ മതി, നിങ്ങൾ സെറീന ആണെന്ന് പറഞ്ഞാൽ മതി, അതുല്യ ആണെന്ന് പറഞ്ഞാൽ മതി. ഡെഫിനറ്റ്ലി വി വിൽ ബി സെൻഡിങ് യു ദ ഗിഫ്റ്റ്സ് ആൻഡ് ഓൾ. സോ ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ എവ്രിബഡി. ആൻഡ് ഓൾസോ നമ്മുടെ ഡോപ്പയിലെ കുട്ടികളെല്ലാം എപ്പോഴും പോലെ തന്നെ അടിപൊളിയായിട്ട് പോയിട്ടുണ്ട്. സനയുണ്ട് എയിംസ് ബാച്ചിൽ നിന്ന്, ഹിബ ജാബിൻ എയിംസ് ബാച്ചിൽ നിന്നുണ്ട്, സരിക സന്തോഷ് വന്നിട്ടുണ്ട്. സരിക മിക്കവാറും ടെസ്റ്റുകളിലൊക്കെ ടോപ്പിൽ ചെയ്യാറുള്ളതാണ്, റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സരിക ഉഷാറായിട്ട് പോട്ടെ. സാറ ഫറൂഖിൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ, റിപ്പീറ്റേഴ്സ് ഓൺലൈൻ ബാച്ച് 5 നിന്നുള്ളത് ലിസ്റ്റിൽ നിന്ന് ഞാൻ നോട്ടീസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം. സോ കൺഗ്രാജുലേഷൻസ് സാറ, സ്പെഷ്യൽ മെൻഷൻസ് ആണ്. അഫ്നയുടെ പേരും ഞാൻ ഈ ലിസ്റ്റിൽ ആദ്യമായിട്ട് കാണാനാണ്, കൺഗ്രാജുലേഷൻസ്. ആൻഡ് സന അഹമ്മദ്, അർഷദ് അസീം എയിംസ് ബോയ്സിൽ നിന്ന്, സന ഫാത്തിമ റിപ്പീറ്റേഴ്സ് ഓൺലൈൻ ബാച്ച് 3, ആൻഡ് നഫീസ കൻസ ഫ്രം എയിംസ് ഗേൾസ് ബാച്ച്. സോ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് പേരുകൾ, പുതിയതായിട്ട് വന്ന പേരുകളുണ്ട്. പുതുതായിട്ട് വന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ അച്ചീവ്മെൻറ്റ്, സ്പെഷ്യൽ സാധനങ്ങൾ. സോ ഡെഫിനറ്റ്ലി നോക്കുക, ഇത് എല്ലാവർക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്, എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡൗൺലോഡ് ഡോപ്പ ആപ്പ്, യു വിൽ ബി ഗെറ്റിംഗ് ഓൾ ദ ഇൻഫർമേഷൻസ്, എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ആൻഡ് ഇതിനകത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മെൻറ്റർഷിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു വാട്സാപ്പ് ചാനൽ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. സോ വാട്സാപ്പ് ചാനലിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എന്താണിത്, QR കോഡാണ്. ജസ്റ്റ് സ്കാൻ ഇറ്റ് ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ഡയറക്ട്ലി ഇൻ ടു ദ വാട്സാപ്പ് ചാനൽ. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ നമ്പറില്ലേ, ഏതാ നമ്പർ, 9645
372200 എന്നുള്ളതാണ്. ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, വാട്സാപ്പ് ചാനലിൽ ലിങ്ക് ചോദിക്കുക. ഡെഫിനറ്റ്ലി വിൽ ബി ഗെറ്റിംഗ്. ആൻഡ് അടുത്ത ടെസ്റ്റ് DTSൻ്റെത് ബയോളജിയുടെ ചാപ്റ്ററാണ്, ദാറ്റ് ഈസ് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അടുത്ത മൺഡേ ആണ് ഉണ്ടാവുക ടെസ്റ്റ്. സോ മൺഡേയിലത്തെ ടെസ്റ്റിലേക്ക് എല്ലാവരും വരിക. ക്ലിയർ ആണല്ലോ അല്ലേ? സോ ഷാൽ വി ഗോ ടു ദ ക്വസ്റ്റ്യൻസ്? റെഡി ആണോ? ക്ലിയർ ആണല്ലോ അല്ലേ? കൺഫ്യൂഷൻസോ സാധനങ്ങളോ ഒന്നുമില്ല, ഉഷാറായിട്ട് പോവുക. സോ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി ഇതാ ഷഫീഖ് സാർ വന്നിട്ടുണ്ട്. എന്താ പറയുക, ഫിസിക്സിൻ്റെ കിങ് ആണ്. ഇത് അവിടെ സാറിൻ്റെ താഴെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ലെറ്റ് us ഗോ. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. സോ ഷഫീഖ് സാറിൻ്റെയൊക്കെ ആശീർവാദത്തോടു കൂടിയാണ് നമ്മൾ തുടങ്ങാൻ പറഞ്ഞല്ലേ. സോ ഡെഫിനറ്റ്ലി സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് സാധനങ്ങൾ, സംഗതികളൊക്കെ മുന്നോട്ട് വരാറുണ്ട്. സോ ഇവിടെ നോക്കിക്കോ, ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ വയർ ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റെസിസ്റ്റിവിറ്റി ഓഫ് എ വയർ ഈസ്, എന്താണ് സംഭവിക്കാന്ന് ചോദിക്കുക. ഒരു വയർ എടുത്തിട്ട് അതിൻ്റെ റെസിസ്റ്റിവിറ്റിക്ക് എന്ത് ചേഞ്ച് ആണ് ഉണ്ടാവാന്ന് ചോദിക്കുക. ആ റെസിസ്റ്റിവിറ്റി ലെങ്ത് ഓഫ് ദ വയർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റിവിറ്റിക്ക് എന്ത് സംഭവിക്കും? അത് ഇൻക്രീസ് ചെയ്യോ അതോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വെച്ചിട്ട് അത് ഡിക്രീസ് ചെയ്യോ? ഡിക്രീസസ് വിത്ത് ദ ലെങ്ത് ഓഫ് ദ വയർ ആൻഡ് ഇൻക്രീസസ് വിത്ത് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണോ? ആൻഡ് നൺ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആണോ? വാട്ട് ഈസ് എ റൈറ്റ് ആൻസർ എന്നുള്ളതാണ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഓൾറെഡി അറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടസ്സം, ഒരു വയറിൽ കൂടി, ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ കൂടി, അല്ലേ? നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമല്ലേ? നമ്മൾ NCERT അടിപൊളിയായിട്ട് പടമൊക്കെ വരച്ചിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഒരു സ്ക്വയർ പൈപ്പൊക്കെ വെച്ചിട്ട് NCERT നല്ല രസമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള സാധനമാണ് ഈ സാധനം. വായിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലുള്ള സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇലക്ട്രോണുകൾ ഒഴുകുന്നതിനല്ലേ, അല്ലെങ്കിൽ ചാർജുകൾ ഒഴുകുന്നതിനല്ലേ നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നുണ്ടാവുക. ഇലക്ട്രോണുകൾ ഇതിലേക്കൂടെ ഒഴുകുമ്പം ഇത് ഓപ്പോസിറ്റ് ചെയ്ത് കൊടുക്കുന്ന തടസ്സത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റെസിസ്റ്റൻസ് എന്ന് പറയുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സാധനം ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ ലെങ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ആൻഡ് ഇതിനെ ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് ഇടുന്ന ഒരു സാധനമാണ് ഈ റോ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം. ഈ സാധനം ആക്ച്വലി അതൊരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്, അതല്ലാതെ അത് ലെങ്ത് കൂടുമ്പോഴോ കുറയുമ്പോഴോ കുറയോ ചെയ്യുന്ന ഒരു സാധനമല്ല. സോ ദിസ് ഈസ് എ ഫിക്സഡ് സാധനമാണ്, ദിസ് ഈസ് എ കോൺസ്റ്റന്റ് സാധനമാണ്. ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു ബാഡ് കണ്ടക്ടർ ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലുണ്ട്. സോ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ദിസ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇതിന് ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും, ഇതിൻ്റെ ഉള്ളിൽ കൂടി കറണ്ട് പാസ് ചെയ്യാനേ പറ്റലുണ്ടാവില്ല. പക്ഷേ ഇതൊരു ചെമ്പ് കമ്പിയാണെങ്കിൽ, നല്ല ഗുഡ് കണ്ടക്ടർ ആണെങ്കിൽ റെസിസ്റ്റിവിറ്റി കുറവായിരിക്കും. സോ ദാറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്താ മക്കളെ? ഡെഫിനറ്റ്ലി പറയാൻ പറ്റും നൺ ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഒരു സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ല എന്നുള്ളത് പറയാം. ബിക്കോസ് റെസിസ്റ്റിവിറ്റി ഈസ് എ ക്യാരക്ടർ ഓഫ് ദ മെറ്റീരിയൽ. കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. റെഡി ആയിട്ട് നമ്മൾ നോക്കി പോകണം. റെഡിയാണോ? കൺഫ്യൂഷൻസോ സാധനങ്ങളോ ഒന്നുമില്ലല്ലോ. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കേണ്ട സാധനങ്ങളാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ കണ്ടക്ടർ ബേസിക് ഡെഫിനേഷൻ ഓഫ് കറണ്ട്. അതാ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് വി ഹൗ ടു നോ ദ ബേസിക്സ് വെൽ. ബേസിക് ഡെഫിനേഷൻ ഓഫ് കറണ്ട്, എന്താണ് കറണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി ഒഴുകി പോകുന്ന, ഒരു യൂണിറ്റ് ടൈമിൽ പാസ് ചെയ്ത് പോകുന്ന എന്താ പറയുക, ചാർജിൻ്റെ അളവിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയാമെന്നാണ് ചോദിച്ചത്. അവർ ചോദിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റിന് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഒരു ക്വസ്റ്റൻ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ക്വസ്റ്റൻ വായിച്ചു നോക്കാം. ഇതിനെ കണ്ടക്ടർ 4 കൂളംബ്, അപ്പോൾ 4 കൂളംബ് തന്നിട്ടുണ്ട്. ബേസിക്കലി നമുക്കറിയാൻ പറ്റും ദാറ്റ് ദേ ആർ ഗിവിംഗ് ലൈക്ക് Q ആണ് തന്നിട്ടുള്ളത്. ചാർജസ് ഫ്ലോ ഫോർ 2 seconds തന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് T ഇൻ ടൈം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. വാല്യൂ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഏതാണെന്നുള്ള അറിയാം. അപ്പോൾ നമുക്ക് ആ തന്നിരിക്കുന്ന കാര്യങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ സാധനം ഒന്ന് അണ്ടർലൈൻ ചെയ്തു, അതോടെ എന്താ തന്നിരിക്കുന്നത് നോക്കി എഴുതി കഴിഞ്ഞാൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കണം. Q ഈസ് ഈക്വൽ ടു 4 കൂളംബ് ഉണ്ട്, T ഈസ് ഈക്വൽ ടു 2 seconds ഉണ്ട്. അതിനാണ് വാട്ട് ഈസ് ദ കറണ്ട് എന്നുള്ളതാണ് ചോദിക്കുക. യു നോ ദാറ്റ് തിങ്, കറണ്ട് ഈസ് Q/T. ഒരു യൂണിറ്റ് ടൈമിൽ എത്ര കറണ്ട് പോയി എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. സിമ്പിൾ സാധനം 4/2 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2 ആംപിയർ കറണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഫ്ലോ ചെയ്തു എന്നുള്ളതാണ്. ദ ആൻസർ വിൽ ബി ദ ഓപ്ഷൻ നമ്പർ 3, 2 ആംപിയർ. കിട്ടിയോ മക്കളെ? റെഡിയാണോ? കൺഫ്യൂഷൻസോ സാധനങ്ങളോ ഒന്നും ഇല്ലല്ലോ. അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുക. എന്താ പറയുക, ഷഫീഖ് സാർ ആൻസർ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഉത്തരത്തിൽ അവിടെ ഇരുന്നിട്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സോളിനോയിഡ് ഈസ് അറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 60. നമ്മൾ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ് കൃത്യമായിട്ട് നോക്കണേ. അറ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 60 വോൾട്ട്. അപ്പോൾ 60 വോൾട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ട് അവിടെ തന്നിട്ടുണ്ട്, എത്ര അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട്. ഒരു സോളിനോയിഡിൻ്റെ ആണ് തന്നിട്ടുള്ളത് കേട്ടോ. ആൻഡ് കറണ്ട് ഫ്ലോസ് ത്രൂ ഇറ്റ് ഈസ് 15 ആംപിയർ. 15 ആംപിയർ കറണ്ട് പോകുന്നുണ്ട്. I അവിടെ തന്നിട്ടുണ്ട്. ദെൻ ദ റെസിസ്റ്റൻസ് ഓഫ് ദ കോയിൽ വിൽ ബി R എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്ത് എഴുതണം. V ഈസ് ഈക്വൽ ടു 60 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്, 60 വോൾട്ട് ആണ് ഉണ്ടാവുക. ആൻഡ് കറണ്ട് I ഈസ് ഈക്വൽ ടു എന്താ തന്നിട്ടുള്ളത്? കറണ്ട് I ഈസ് ഈക്വൽ ടു പറഞ്ഞ മക്കളെ, കറണ്ട് I എത്ര തന്നിട്ടുള്ളത്? 15 ആംപിയർ തന്നിട്ടുള്ളത്. ആൻഡ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ അല്ലേ? ഇതേതാ ബേസിക് ലോ ഇൻ ദ കറണ്ട് ഇലക്ട്രിസിറ്റി പറഞ്ഞോ? ഏതാ? ദാറ്റ് ഈസ് ഓംസ് ലോ അല്ലേ. ഓംസ് ലോ എങ്ങനെയാണ് പറയുന്നുണ്ടാവും മക്കളെ? സോ നമുക്കറിയാൻ പറ്റും I ഈസ് ഈക്വൽ ടു അല്ലേ, പറഞ്ഞോ? I ഈസ് ഈക്വൽ ടു V/R അങ്ങനെയല്ലേ പറയാ? അല്ലെങ്കിൽ എങ്ങനെയാ പറയാ? V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R അങ്ങനെയല്ലേ പറയാ? സോ വാട്ട് ഈസ് R പറഞ്ഞോ?
I is equal to V by R. ഇത് നമ്മൾ പഠിച്ചു വെച്ച സാധനങ്ങളല്ലേ, ഓംസ് ലോന്റെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലേക്ക് നോക്കുക ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് R. സോ R വിൽ ബി ഈക്വൽ ടു V by I എന്നാണ് വരിക. V എത്രയാണെന്നുള്ളത് 60 ഡിവൈഡഡ് ബൈ I എത്രയാണെന്നുള്ളത് 15. എത്ര ടോട്ടൽ വരുന്നുണ്ടാവുക? ദാറ്റ് വിൽ ബി ടോട്ടൽ 4 ഓം എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. ദ ഓപ്ഷൻ വിൽ ബി ഓപ്ഷൻ നമ്പർ 1. കിട്ടുന്നുണ്ടോ? റെഡിയാണോ? കൺഫ്യൂഷൻസോ സാധനങ്ങളോ സംഗതികളോ ഒന്നും ഇല്ല. അടിപൊളി. ഇവിടെ പിള്ളേരായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് ഷഫീഖ് സാറാണല്ലോ, കിട്ടില്ല പരിപാടിയാണല്ലോ. ഷഫീഖ് സാറേ എന്താ അത് കുട്ടികളായിട്ട് കോമ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണോ? ശരി, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഫോർത്ത് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടാവുക. ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ ഡോപ്പയുടെ കോഡ് ബ്ലൂ എന്ന് പറഞ്ഞ മെറ്റീരിയൽ കണ്ടിട്ടുണ്ട്. കുട്ടികൾ ഇതിന് മുന്നേ എന്നോട് ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് കുറച്ചും കൂടി അത്ര ഡയറക്റ്റ്ലി അല്ല. ദിസ് ഈസ് അബൌട്ട് എ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇവിടെ പറയുന്നത് വെച്ചാൽ 2 റെസിസ്റ്റേഴ്സ് നോക്കിക്കോട്ടോ. 2 റെസിസ്റ്റേഴ്സ് ആർ ജോയിൻഡ് ഇൻ പാരലൽ. 2 റെസിസ്റ്റേഴ്സ് പാരലലി ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടന്റ് 6/8 ഓം ആണ്. 6/8 ഓം ആണ് അതിൻ്റെ റിസൾട്ടന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു R1 എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഞാൻ പറഞ്ഞു ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ഇമാജിൻ ഇറ്റ്, യു ഹാവ് ടു വിഷ്വലൈസ് ഇറ്റ്, യു ഹാവ് ടു ഡ്രോ ഇറ്റ്. ഒരു R1 എന്ന റെസിസ്റ്റൻസും 2 റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R വാസ് എത്രയാണെന്നുള്ളത് 6/8 ആയിരുന്നു തന്നിട്ടുണ്ട്. ആൻഡ് അവർ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയാണ് വൺ ഓഫ് ദ റെസിസ്റ്റൻസ് വാസ് ബ്രോക്കൺ ആൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിക്കം 2 ഓം. അതായത് ഇതിനകത്ത് ഒരെണ്ണം പൊട്ടിപ്പോയി. ഇപ്പോൾ ഏതാ പൊട്ടിക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊട്ടിച്ചു. അപ്പോൾ R1 പൊട്ടിക്കാം. R1 പൊട്ടിപ്പോയി. R1 പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R വിൽ ബിക്കം 2 ഓം ആയി മാറും. എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, ഒരെണ്ണം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന കറണ്ട് മൊത്തം ഇതിൽ പോയി എന്നല്ലേ. അപ്പോൾ ഇവിടെ സീരീസ് പാരലൊന്നുമില്ല. ഈ R2ന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. 2 ഓം ആണ് R2ന്റെ വാല്യൂ. കാരണം R1 എന്ന് പറഞ്ഞ സാധനം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടി കറണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകില്ലല്ലോ. അപ്പോൾ R2ന്റെ വാല്യൂ തന്നിരിക്കുന്നത് എതിരാണ് 2 ഓം ആണ് തന്നിട്ടുള്ളത്. ദെൻ ദ റെസിസ്റ്റൻസ് ഇൻ ഓം ഫോർ ദ വയർ ദാറ്റ് ഗോട്ട് ബ്രോക്കൺ. ഈ പൊട്ടിപ്പോയ R1ന്റെ വാല്യൂ എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭയങ്കര സിമ്പിൾ അല്ലേ എന്ന് ആലോചിച്ച് നോക്കിക്കുന്നത്. 2 സാധനം പാരലലി അറേഞ്ച് ചെയ്തപ്പോൾ 6/8 കിട്ടി. അപ്പോൾ അത് R ഈസ് ഈക്വൽ ടു നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷൻ ആണല്ലോ 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 എന്നുള്ളത്. R ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും പഠിച്ചു വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനകത്ത് നമുക്കറിയാം R2ന്റെ വാല്യൂ 2 ഓം എന്നുള്ള കാര്യം തന്നിട്ടുണ്ട്. R1ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. R ന്റെ വാല്യൂ 6/8 തന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഞാനിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 6/8 ഈസ് ഈക്വൽ ടു R1ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. R1 × 2 ഡിവൈഡഡ് ബൈ, കാരണം R2ന്റെ വാല്യൂ ആണ്, പിന്നെ R1 പ്ലസ് 2 ഇങ്ങനെയല്ല വരുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ഇറ്റ്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറ്റും. R1 പ്ലസ് 2. അപ്പോൾ 6 ഇതിങ്ങനെ എഴുതുകയാണെങ്കിൽ 6 R1 പ്ലസ് 2 ഈസ് ഈക്വൽ ടു 8 R1 × 2, അല്ലെങ്കിൽ ഇത് 2R1 എന്നല്ലേ വരുന്നുണ്ടാവുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 16R1 എന്ന് വരുന്നുണ്ടാവും ആണല്ലോ അല്ലേ. ഇത് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 6R1 പ്ലസ് 12 ഈസ് ഈക്വൽ ടു 16R1 എന്നാണ് വരുന്നുണ്ടാവുക. ഉറപ്പല്ലേ? ഇനി ഞാൻ ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് 12 ഈസ് ഈക്വൽ ടു 16 മൈനസ് 6R1 10R1 എന്ന് കിട്ടുന്നുണ്ടാവും. സോ ദ R1 വിൽ ബി ഈക്വൽ ടു എന്താ കിട്ടുന്നുണ്ടാവുക, 12/10 എന്ന് കിട്ടുന്നുണ്ടാവും. ഓർ ഇറ്റ് വിൽ ബി 5/6 എന്നുള്ളതായിരിക്കും ഉത്തരം വരുന്നത്. സോറി 6/5 എന്നുള്ളതായിരിക്കും ഉത്തരം വരുന്നുണ്ടാവുക. കിട്ടുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. സോ ദ ആൻസർ വിൽ ബി 6/5 ആണ് കിട്ടുന്നുണ്ടാവുക. സോ ബേസിക്കലി അവർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ പറഞ്ഞ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഇമാജിൻ ദാറ്റ് ഈസ് അവരെന്താ പറയുന്നത് എന്നുള്ള കാര്യം നോക്കണം. ആൻഡ് മക്കളെ അതൊന്ന് വരച്ച് നോക്കാൻ വേണ്ടി നോക്കണം. സോ ഇഫ് യു ക്യാൻ അതൊന്ന് വരച്ച് നോക്കാൻ പറ്റുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. കിട്ടണുണ്ടോ? കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ, ക്ലിയർ ആയിട്ട് തന്നെ പോകുന്നുണ്ടല്ലോ. സോ അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. 6/5 ഇത് നിങ്ങളിപ്പോൾ അവിടെ ആരാ വരുന്നത്? ചാറ്റ് വിത്ത് മീയോ? അടിപൊളി, നല്ല പേരാണല്ലോ നിങ്ങളത്. ഈ ചാറ്റ് വിത്ത് അവർ പറഞ്ഞാൽ 1.2 എന്ന് ആൻസർ കണ്ടുപിടിച്ചു. അതായത് 6/5 എന്നുള്ളത് 1.2 എന്ന് ആൻസർ കണ്ടുപിടിച്ചു. അത് ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കണം. ഫ്രാക്ഷൻ ഉണ്ടോ, അത് പോയിന്റ് ഡെസിമലിലാണോ ഉള്ളത് നോക്കണം. എന്നിട്ട് മാത്രമേ കാൽക്കുലേറ്റ്. അപ്പോൾ 1.2 എന്ന് കണ്ടുപിടിക്കാൻ നിന്ന ടൈം ആക്ച്വലി വേസ്റ്റ് ആണ്. അതിലേക്ക് പോകരുത് എന്നുള്ളതാണ്. ഇവിടെ 6/5 എന്നാണ് താൻ തന്നിട്ടുള്ളത്. കിട്ടുന്നുണ്ടോ? ഓക്കെ. സോ ഇതാണ് question number 4. So there is a question number 5 that is coming for you. പടപടാന്ന് നോക്കിക്കോ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കോ, എന്നിട്ട് ഇങ്ങനെ കുത്തണം കേട്ടോ. എ സെൽ ഈസ് ഹാവിങ് ആൻ നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ്. ഒരു സെല്ലുണ്ട്, ആ സെല്ലിന് റെസിസ്റ്റൻസ് ഇല്ല. സെല്ലിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആണ്. അപ്പോൾ സെല്ലിന് പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ. അതിൻ്റെ EMF 2 ആണ്. അപ്പോൾ നമുക്കത് തന്നില്ല. സെല്ലിൻ്റെ വോൾട്ടേജ് നമുക്കറിയാം, പുറത്തേക്ക് വരുന്ന വോൾട്ടേജ് EMF 2 വിത്ത് റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ ആ EMF തന്നെയാണ് അതിൻ്റെ ടോട്ടൽ വോൾട്ടേജ് വരുന്നുണ്ടാവുക. കണക്റ്റഡ് ടു എ സീരീസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് 2, 3 and 5. ഇങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ വോൾട്ട് ബിറ്റ്വീൻ ദ terminals of 3 ohm will be. നല്ല ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് യു ഹാവ് ടു ഡു ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഇമാജിൻ ഇറ്റ്, യു ഹാവ് ടു ഡ്രോ ഇറ്റ്. അപ്പോൾ ബേസിക്കലി ഒരു സെല്ലിൻ്റെ കാര്യം പറയുന്നത് നമുക്ക് ആ സെല്ല് പോലെ വരയ്ക്കാം അല്ലേ. ഒരു സെല്ലുണ്ടായിരുന്നു, സെല്ലിൻ്റെത് എത്ര വോൾട്ടേജ്, 2 വോൾട്ടാണ് അതിൻ്റെ വോൾട്ടേജ്. ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് 3 റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത്. 1 റെസിസ്റ്റൻസ് അത് 2 ഓമിൻ്റെതാണ്. അടുത്ത റെസിസ്റ്റൻസ് എത്രയാണുള്ളത്? 3 ഓമിൻ്റെ റെസിസ്റ്റൻസ് ആണുള്ളത്. ആണോ അല്ലയോ? 3 ഓമിൻ്റെ റെസിസ്റ്റൻസ് ആണുള്ളത്. അടുത്ത ഓമിലുള്ളത് 5 ഓമിൻ്റെ റെസിസ്റ്റൻസ് ആണുള്ളത്. ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ 3 ഓം എന്ന്
എന്ന് പറഞ്ഞിട്ടുള്ള ഈ സാധനമല്ലേ, ഇതിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഇതിൻ്റെ നടുവിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭയങ്കര സിമ്പിൾ അല്ലേ മക്കളെ, ആലോചിച്ച് നോക്കിക്കേ. സോ ബേസിക്കലി നിങ്ങൾ ഈ പറയുന്ന ഈ ഒരു സീരീസിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ ഒരു സർക്യൂട്ടിൽ, അതായത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വാട്ട് ഈസ് കോമൺ ഹിയർ, എന്താ കോമൺ ആയിട്ട് ഉണ്ടാവുക, ഈ 2 വോൾട്ട് ഉള്ള ഈ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ കടന്നു പോകുന്നുണ്ടാവുക, ഐ എന്ന് പറഞ്ഞൊരു കറണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ ദ കറണ്ട് വിൽ ബി കമ്മിങ് ഹിയർ. സെയിം ഐ കറണ്ട് ഇതിൽ കടന്നു പോകും, ഈ 5 വോൾട്ടിലേക്ക്, ഈ 5 ഓമിലേക്ക് കൂടി കടന്നു പോകും. ഇതേ സെയിം ഐ തന്നെയാണ് ഇതിൽ കടന്നു പോകുന്നത്, ഈ 3 ഓമിൻ്റെ സർക്യൂട്ടിൽ റെസിസ്റ്റൻസിലൂടെ കടന്നു പോകുന്നത്. ഇതേ ഐ തന്നെയാണ് 2 ഓമിൽ കൂടെ കടന്നു പോകുന്നത്. സോ ദ ഐ ഈസ് കോമൺ അല്ലേ, ഒരേ കറണ്ട് തന്നെയല്ലേ എല്ലായിടത്തോടെയും കടന്നു പോകുന്നത്. നോക്കിയേ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഐ കിട്ടും. ഐ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള വി കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് നമുക്കറിയാം, വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ളതാണ് ഇക്വേഷൻ. ആർ 3 ആണെന്നുള്ളത് നമുക്കറിയാം, ഐ കണ്ടുപിടിച്ചാൽ മതി. സോ എങ്ങനെയാണ് നമ്മൾ ഐ കണ്ടുപിടിക്കുക, ഐ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ, നമുക്കറിയാം അല്ലേ, ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ആർ എഫക്റ്റീവ് എടുത്താൽ മതി. വളരെ സിമ്പിൾ അല്ലേ, ടോട്ടൽ എഫക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ എഫക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് എത്രയാണ്, ഇത് സീരീസ് കോമ്പിനേഷൻ ആയിട്ട് എല്ലാം കൂടെ കൂട്ടിയാൽ പോരെ, യു വിൽ ബി ഗെറ്റിംഗ് 2 + 3 + 5 എന്നുള്ളത് കിട്ടും അല്ലേ. 2 + 3 5 ആണ്, 5 + 5 10 ആണ് കിട്ടുന്നുണ്ടാവുക. സോ ഇതാണ് വരുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് വരുന്നുണ്ടാവുക. ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരുന്നുണ്ടാവുക മക്കളെ, പറഞ്ഞോടാ, നിങ്ങൾക്ക് എളുപ്പമല്ലേ. ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരുന്നുണ്ടാവുക, ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 10 ഓം എന്നാണ് ഇവിടെ വരുന്നുണ്ടാവുക, എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ അല്ലേ. V2 എന്ന് വന്നിട്ടുണ്ട്. സോ ഐ ഈസ് ഈക്വൽ ടു 2/10 എന്നാണ് തരുന്നത്. 2/10 ആംപിയർ ആയിരിക്കും അതിൻ്റെ ടോട്ടൽ കറണ്ട് വരുന്നുണ്ടാവുക. ആൻഡ് വാട്ട് ഈസ് ഇവിടുത്തെ ഈ ഒരു ഇതിൻ്റെ ചുറ്റുമുള്ള ഇതെന്തായിരിക്കും ഉണ്ടാവുക, സോ ദാറ്റ് ഈസ് അതിൻ്റെ ഉള്ളത് വി ആണ്. ഈ വി ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ് പറഞ്ഞത്. സോ എത്രയാണ് വരുന്നത്, ഐ എത്രയാണ്, ഐ 2/10 ആണ്. ഞാനത് സോൾവ് ചെയ്യുന്നില്ല കേട്ടോ, ഇൻറ്റു 3 ആണ് പറയുന്നത്. സോ ഇങ്ങനെയല്ല കിട്ടുന്നുണ്ടാവുക, ഭയങ്കര എളുപ്പമാണ്. സോ 2/10 ഇൻറ്റു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/10 എന്ന് പറയും. സോ ആൻസർ ഇവിടെ നോക്കുന്ന സമയത്ത് യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ആസ് വാട്ട് 0.6 വോൾട്ട് എന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ടാവും. കിട്ടിയെന്ന് ആലോചിച്ച് നോക്കിയേ. സോ എങ്ങനെയാണ് നമ്മൾ ഇവിടെ ഒരു ചെറിയ വലിയ കൺസെപ്റ്റോ വലിയ സാധനങ്ങളൊന്നും അല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി പറയാണ്. ഏതെങ്കിലുമൊക്കെ സർക്യൂട്ടിൽ ജസ്റ്റ് ലിസൺ ഹിയർ, ഏതെങ്കിലുമൊക്കെ സർക്യൂട്ടിൽ കുറച്ച് റെസിസ്റ്റേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ടു എ ബാറ്ററി, ഒരു ബാറ്ററിയിലേക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഈ കറണ്ടില്ലേ, ദിസ് കറണ്ട് വിൽ ബി കോമൺ ത്രൂ ഓൾ ദ റെസിസ്റ്റേഴ്സ്. ഇവിടെയും ഐ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക, ഇതിലും ഐ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക, ഇതിലും ഐ തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. ആൻഡ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആയിരിക്കണം, ഇതിൻ്റെ റെസിസ്റ്റൻസ് ഡിഫറൻ്റ് ആയിരിക്കും, ഇത് ഡിഫറൻ്റ് ആണെങ്കിൽ ഓരോന്നിൻ്റെ അക്രോസ് ഡിഫറെൻറ്റ് വോൾട്ടേജുകളായിരിക്കും ഡ്രോപ്പ് ചെയ്ത് വരുന്നുണ്ടാവുക. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഐ ഇൻറ്റു R2 ചെയ്യണം, ഇവിടുത്തെ വി കണ്ടുപിടിക്കണമെങ്കിൽ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു R1 ചെയ്യണം. അങ്ങനെ ചെയ്തെടുത്താൽ മതി. ഐ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനോ ഭയങ്കര സംഭവമാണ്. ഐ ഈസ് ഈക്വൽ ടു V/R എഫക്റ്റീവ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നുണ്ട്, ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. സൂം ചെയ്തുകൊണ്ട് ഓപ്ഷൻ കണ്ടില്ല എന്നോ, ആര്, അയ്യോ സോറി കേട്ടോ, ഓപ്ഷൻ കണ്ടിട്ടില്ലെങ്കിൽ. സോ ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ, നല്ല ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞില്ലേ. സോ ദിസ് ഈസ് ദ നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്. നീറ്റ് ലെവലിൽ അങ്ങനെ അന്യായ ലെവലുള്ള തലയെ കൂടി കയറി മേയുന്ന ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല മക്കളെ. പക്ഷേ ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ലെവലിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഓൺലി നമ്മുടെ മാത്തമാറ്റിക്കൽ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് വരുള്ളൂ. സോ ഇവിടെ നോക്കിക്കോ, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ എളുപ്പമാണ്, ഈ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എളുപ്പം. ആക്ച്വലി നമ്മൾ സർക്യൂട്ട് കാണുന്ന സമയത്ത് യൂഷ്വലി എല്ലാവരും തല കറക്കി പേടിച്ച് അയ്യോ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ഓടുക ചെയ്യുക. പക്ഷേ സർക്യൂട്ട് ഉണ്ടെങ്കിൽ എളുപ്പമല്ലേ. ഈ സർക്യൂട്ട് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക, പകരം ഈ സർക്യൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നാൽ സർക്യൂട്ട് നമ്മൾ വരയ്ക്കേണ്ടി വരും. ആ ഉത്തരവാദിത്തം കൂടെ നമ്മുടെ തലയിലാവും. ഇവിടെ ആ ഒരു ഉത്തരവാദിത്തം ഇല്ലല്ലോ, സമാധാനം അല്ലേ എന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ സർക്യൂട്ട് അവർ തന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ സമാധാനം. സോ അതൊന്ന് ആലോചിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പോൾ സർക്യൂട്ട് കാണുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട സാധനം എന്താ പറയുക, സർക്യൂട്ട് കാണുമ്പോൾ ആദ്യം മനസ്സിലേക്ക് സമാധാനം കൊണ്ടുവരണം. വൈ? ബിക്കോസ് സർക്യൂട്ട് അവർ വരച്ച് തന്നിട്ടുണ്ട്. അത്ര എളുപ്പമായില്ലേ. അല്ലെങ്കിൽ ആ സർക്യൂട്ട് കൂടി നമ്മൾ വരയ്ക്കേണ്ടി വരില്ലേ. അങ്ങനെ നമ്മൾ തിങ്ക് പോസിറ്റീവ് മക്കളെ. ഞാൻ ബേസിക്കലി ഇത് അവിടെ നിർത്തിക്കോ, ക്ലാസ്സൊക്കെ നിർത്തിയിട്ട് ഒരു മിനിറ്റ് കേട്ടോ. എന്തൊരു കാര്യത്തിനെ കണ്ടു കഴിഞ്ഞാലും, എന്തൊരു ക്വസ്റ്റിനെ കണ്ടു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്തൊരു പ്രതിസന്ധിനെ കിട്ടിക്കഴിഞ്ഞാലും അതിനോട് പോസിറ്റീവായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിനെ നമുക്കൊരു പോസിറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ പകുതി വഴി മുന്നോട്ടേക്ക് പോകുന്നുണ്ടാവും. സോ സാധാരണഗതിയിൽ സർക്യൂട്ടൊക്കെ കാണുമ്പോൾ കുട്ടികൾ ഇങ്ങനെ തലറിയും വീഴും. അങ്ങനെ വീണാൽ പോയി. നമ്മളങ്ങനെ എന്തിനെങ്കിലും തോറ്റെടുക്കാൻ നമ്മൾ തയ്യാറാണോ? നിങ്ങളൊന്ന് ആലോചിക്കുക. ഒന്നിനോടും തോറ്റെടുക്കാൻ തയ്യാറാവരുത്. നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് പൊരുതി നിൽക്കേണ്ട ആൾക്കാരാവണം നിങ്ങൾ. സോ അതിനുവേണ്ടി നോക്കണം. സോ സർക്യൂട്ട് കാണുന്ന സമയത്ത് ഈ സർക്യൂട്ട് എന്നല്ല ഏത് സർക്യൂട്ട് കണ്ടാലും തല ഇറങ്ങരുത്, ഉറപ്പാണേ. സോ നോക്കിക്കോ, ഒരു സർക്യൂട്ടുള്ള ക്വസ്റ്റൻ ആണ്. അത് സർക്യൂട്ട് ഷോൺ ഹിയർ. ആയിക്കോട്ടെ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ദ അൺനോൺ റെസിസ്റ്റർ ആർ?
അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 10 ഉണ്ട്, ഒരു R ഇവിടെ കൊടുത്തിട്ടുണ്ട്. R സോ ദാറ്റ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ബിറ്റ്വീൻ ദ പോയിന്റ്സ് P, ഏതാ പോയിന്റ്സ് P, ഇത് പോയിന്റ് P ആൻഡ് പോയിന്റ് Q ഈസ് ഈക്വൽ ടു R. അതായത് നിങ്ങളിവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാനിപ്പോൾ ചെയ്ത ആക്ടിവിറ്റി കണ്ടോ, ഞാൻ ആ സർക്യൂട്ട് നോക്കി, അവർ പറഞ്ഞ ഓരോ വാല്യൂ ഞാനിങ്ങനെ നോക്കിയെടുത്തു, അൺനോൺ റെസിസ്റ്റൻസ് ഏതാണെന്ന് കണ്ടുപിടിച്ചു, അവർ പറഞ്ഞ P ഏതാന്ന് നോക്കി, Q ഏതാന്ന് നോക്കി, ഇതിന് അക്രോസ് ഉള്ള ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് ഈ സർക്യൂട്ടിൻ്റെ മൊത്തം ഇക്വലന്റ് റെസിസ്റ്റൻസ് R ആണ്, മൊത്തം ടോട്ടൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് R ആണ്. R ആണെങ്കിൽ ഈ ആറിൻ്റെ വാല്യൂ, ഈ സാധനത്തിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല, നമുക്ക് അറിയാൻ പറ്റും. ഈ റെസിസ്റ്റൻസിൽ നോക്കുകയാണെങ്കിൽ ഈ 3 എന്ന് പറയുന്ന സാധനത്തിനോട് പാരലായിട്ട്, സീരീസ് ആയിട്ട് ഈ സാധനങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ 10നോട് പാരലായിട്ട് ഈ 3യും 6ഉം കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും സീരീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ എഫക്റ്റീവ് സാധനം എത്രയാണ് മക്കളെ, ഇതിൻ്റെ രണ്ടിൻ്റെ എഫക്റ്റീവ് എത്രയാണ്, ദാറ്റ് വിൽ ബി 3 + R ആണ്. ഈ 3 + R 10നോട് പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ആണല്ലോ അല്ലേ. 3 + R 10നോട് പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അതിനോട് 3 കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ R എഫക്റ്റീവ് എന്ന് പറഞ്ഞ സാധനം, ടോട്ടൽ എഫക്റ്റീവ് ആയിട്ടുള്ള R എന്ന് പറഞ്ഞാൽ R വിൽ ബി ഈക്വൽ ടു, എഫക്റ്റീവ് R വിൽ ബി ഈക്വൽ ടു എങ്ങനെ ഉണ്ടാവുക, 3+, ഏത് 3+, ഈ 3+, പിന്നെ 10ഉം ഈ 3 + Rഉം കൂടി പാരലലി കിടക്കുന്നുണ്ടാവുക. 10ഉം 3 + Rഉം പാരലലി വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം R1 R2 ഡിവൈഡഡ് ബൈ R1 + R2 എന്നാണ് ഇക്വേഷൻ വരുന്നുണ്ടാവുക. R1 എത്രയാ 10, R2 എത്രയാ ഇൻറ്റു 10 × 3 + R ഇങ്ങനെയല്ലേ വരുന്നുണ്ടാവുക, ഡിവൈഡഡ് ബൈ R1 + R2. R1 എത്രയാ 10 പ്ലസ് R2 എത്രയാ 3 + R ഇങ്ങനെയല്ലേ വരുന്നുണ്ടാവുക. സോ ദിസ് ഈസ് ദ സാധനം. ഈ സാധനം നമ്മൾ സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് ദ R. അത്രേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ അല്ലെന്ന് ആലോചിക്കേ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, അഗെയിൻ R വിൽ ബി ഈക്വൽ ടു 3+, ഈ സാധനം സോൾവ് ചെയ്യാം. 10 × 3 ഇതിനെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 10 × 3 10 + 10 × R 10R ഡിവൈഡഡ് ബൈ 10 + 3 എത്രയാണ് വരുന്നുണ്ടാവുക പറഞ്ഞോ, 13 + R എന്ന് വരുന്നുണ്ടാവും. കിട്ടിയോ, 13 + R എന്ന് വരുന്നില്ലേ, കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഈ 3നെ ആഡ് ചെയ്യണം. 3 എന്ന് പറഞ്ഞാൽ 3/1 അല്ലേ, 3/1നെ അങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 3 × ഇതാണ് അല്ലേ, അപ്പോൾ എങ്ങനെ വെച്ചാൽ 3 × 13 + R പ്ലസ് 10 + 10R അല്ലേ, അത് 1 ആണ്. 1 × 10 + 10R ആണ്, ഡിവൈഡഡ് ബൈ 1 × 13 + R ആണ്. 13 + R ഈസ് ഈക്വൽ ടു R എന്നാണ് വന്നത്, ആണോ ഇല്ലയോ? സോൾവ് ചെയ്തോ, പെട്ടെന്ന് സോൾവ് ചെയ്തോ. സോ ഇതെങ്ങനെ വരുന്നുണ്ടാവുക, R ഈസ് ഈക്വൽ ടു 3 × 13 39 അല്ലേ, 13 × 3 39 പ്ലസ് 3 × R 3R ഇല്ലേ, 3R ഈസ് പ്ലസ് 10 + 10R ബൈ 13 അല്ല 13 പ്ലസ് എത്ര വരുന്നുണ്ടാവുക, 13 + R അല്ലേ, 13 + R ഇങ്ങനെ വരുന്നുണ്ടാവുക, ആണോ അല്ലയോ എന്ന് ആലോചിച്ച് നോക്കിയേ. ക്ലിയർ ആണോ നോക്കിയേ, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, സോ ഈ സാധനം നോക്കിക്കോ, ഇതാണ് വരുന്നുണ്ടാവുക. ഇനി നോക്കിക്കോട്ടോ, തെറ്റിപ്പോയോ, എവിടെയെങ്കിലും തെറ്റിയോ, ഇല്ലല്ലോ അല്ലേ, തെറ്റിയിട്ടില്ല. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇനി നോക്കാം, ഇതൊന്നും കൂടി സോൾവ് ചെയ്യുകയാണെങ്കിൽ 39 പ്ലസ് എത്ര വരുന്നുണ്ടാവുക, എവിടെയോ തെറ്റിയില്ലേ, ഏതോ ഒരു സ്റ്റേജിൽ തെറ്റിയല്ലോ. 3 + 3R ഏതോ ഒരു സ്റ്റേജിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. ഒന്നും കൂടി ചെയ്ത് നോക്കാം കേട്ടോ. ലെറ്റ് മീ സി, ആരാ പറഞ്ഞു തരാം എനിക്ക് ഏത് സ്റ്റേജിലാണ് എനിക്ക് തെറ്റിപ്പോയെന്നുള്ളവർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നോ കൃത്യമായിട്ട്. ഏതോ ഒരു സ്റ്റേജിൽ ഒരു കാൽക്കുലേഷനിൽ സില്ലി ആയിട്ടുള്ള ഒരു എറർ ഞാൻ വരുത്തിയിട്ടുണ്ട്. ആഷിഖ് സാർ ഒരു എറർ വരുത്തിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എറർ നമുക്ക് ഒരു പ്രാവശ്യം കൂടി നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം, ഉറപ്പാണല്ലോ അല്ലേ. സോ ഇതെങ്ങനെയാണ് ചെയ്യുന്നുണ്ടാവുക, R ഈസ് ഈക്വൽ ടു ആദ്യം മുതൽ ചെയ്യാം. ആദ്യം മുതൽ ചെയ്ത് നോക്കിയോ. ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആണെന്ന് ഇവർ തന്നിട്ടുണ്ട്. ഈ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R ആണെന്ന് ഇവർ തന്നതുകൊണ്ട് R ഈസ് ഈക്വൽ ടു എത്ര വരുന്നുണ്ടാവുക, ഈ 3 പ്ലസ് എത്ര വരുന്നുണ്ടാവുക, ഇതിൻ്റെ ഈക്വൽ സാധനങ്ങൾ അല്ലേ. സോ 10 അല്ലെങ്കിൽ 10 × 3 + R ഡിവൈഡഡ് ബൈ 10 + 3 + R എന്നാണ് വരുന്നുണ്ടാവുക, ഉറപ്പാണല്ലോ അല്ലേ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3 + 30 10 × 3 30 ആണ് വരുന്നത്. ഇവിടെയാണ് ഞാൻ മിസ്റ്റേക്ക് പറ്റിയത്. 10 × 3 30 ആണ് വരുന്നത്, പ്ലസ് 10R ഡിവൈഡഡ് ബൈ 13 + R ആണ് വരുന്നുണ്ടാവുക. ഇനി എന്ത് ചെയ്യണം, ഇത് 3/1 അല്ലേ, ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എടുക്കണം. സോ വാട്ട് വിൽ ബി ദാറ്റ് 3 × ഇപ്പോൾ ശരിയായി 3 × ഇത് R ഈസ് ഈക്വൽ ടു ആണ് കേട്ടോ, ഇത് R ഈസ് ഈക്വൽ ടു ആണ് കേട്ടോ. 3 × 13 + R പ്ലസ് 30 + 10R ആണോ, കിട്ടാനുണ്ടോ നോക്കിയേ. 30 + 10R ഡിവൈഡഡ് ബൈ 1 × ഇതാണ് അല്ലേ 13 + R എന്നാണ് വരുന്നുണ്ടാവുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3 × 13 എത്ര വരുന്നുണ്ടാവും, 39 പ്ലസ് 3R പ്ലസ് 30 പ്ലസ് 10R ഇല്ലേ, 10R ഡിവൈഡഡ് ബൈ 13 + R ദാറ്റ് ഈസ് ഈക്വൽ ടു R എന്നാണ് വരുന്നുണ്ടാവുക. ഇതെങ്ങനെ സോൾവ് ചെയ്യുക, ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം അല്ലേ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഇതിന് ഇപ്പുറത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 13R + R² ഈസ് ഈക്വൽ ടു 39 + 30 എത്ര വരുന്നുണ്ടാവുക, 69 പ്ലസ്
3R plus 10R, that will be 13R. നോക്കിക്കേ, ഇവിടെ ഒരു 13R, ഇവിടെ ഒരു 13R, രണ്ടും കൂടി ക്യാൻസൽ ആയി പോവും. R will be equal to R square will be equal to 69 എന്ന് കിട്ടും. അതിനകത്ത് R will be equal to റൂട്ട് എടുക്കണം, റൂട്ട് 69 എന്ന് ഉത്തരം കിട്ടുന്നുണ്ടാവും. കിട്ടിയോന്ന് ആലോചിച്ച് നോക്കിയേ, ക്ലിയർ ആണോ, കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. സോ ദിസ് ഈസ് ദ ആൻസർ ഹിയർ. സോ ഇനീഷ്യലി ഞാനിതാ ഒരു സ്റ്റെപ്പ് എടുത്ത സമയത്ത് എൻ്റെ ചെറിയൊരു മിസ്റ്റേക്ക്, ഞാനവിടെ ചെറിയ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഈസ് ഓൾസോ എ ലെസൺ ഫോർ യു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ ആര് ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് എന്ത് പറ്റുന്നുണ്ടാവും, ദർ വിൽ ബി മിസ്റ്റേക്സ്, ദർ ക്യാൻ ബി മിസ്റ്റേക്സ്. ആ മിസ്റ്റേക്സ് പരിഹരിച്ചിട്ട് മുന്നോട്ട് പോകാൻ പറ്റാന്നുള്ളതാണ്. അല്ലാതെ അയ്യോ ഇതൊക്കെ ചെയ്തപ്പോൾ എൻ്റെ തെറ്റിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് ഞങ്ങൾ അങ്ങനത്തെ കുട്ടികൾ സംസാരിക്കാറുണ്ട്. അങ്ങനെ ഇരിക്കരുത്. സോ ടേക്ക് ഇറ്റ് ആസ് എ പോസിറ്റീവ് സൈൻ. എടുക്കുക, ചെയ്യുക, അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോവുക. അത്രയും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ചെയ്തിട്ട് മുന്നോട്ട് പോകാനുള്ളൂ എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സാധനങ്ങൾ ഉണ്ടാവുക. റെഡിയാണോ, കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. സോ ദാറ്റ് ഈസ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, ഈ ഒരു സാധനത്തിൻ്റെ ടോട്ടൽ ഇക്വലൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് R ആണെങ്കിൽ ഈ Rൻ്റെ വാല്യൂ ദാറ്റ് വിൽ ബി റൂട്ട് ഓഫ് 69 ohms എന്നായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നുണ്ടാവുക. സോ ദർ വിൽ ബി ദ ക്വസ്റ്റ്യൻ നമ്പർ 7. ക്വസ്റ്റ്യൻ നമ്പർ 7 ആരാ ഉത്തരം പറയാം? ക്വസ്റ്റ്യൻ നമ്പർ 7 ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ എങ്ങനെ നിങ്ങൾക്കത് ആ ക്വസ്റ്റ്യൻ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ആ ക്വസ്റ്റ്യൻ്റെ ഒരു പടം വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ, ദിസ് ക്വസ്റ്റ്യൻ ഈസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ ആരാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, പടാന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ. ഇതിന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ അത് ചെയ്യാൻ നോക്കി. ഇവർ പറയുന്നത് വെച്ചാൽ 3 റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ടു ഫോം എ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ABC. 3 റെസിസ്റ്റർ വെച്ചിട്ട് ABC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ടാക്കി. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം മക്കളെ, ആദ്യം വി ഹൗ ടു ഡ്രോ ദ ട്രയാങ്കിൾ. അതാണ് ഒന്നാമത്തെ പരിപാടി അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ A, ട്രയാങ്കിൾ B അല്ല, ട്രയാങ്കിൾ ABC ആണല്ലോ അല്ലേ, ട്രയാങ്കിൾ ABC. സോ അറിയാം നമുക്ക് ഇതൊരു റെസിസ്റ്റർ ആണ്, ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് അടുത്ത റെസിസ്റ്റർ ആണ് ആൻഡ് ദിസ് ഈസ് അടുത്ത റെസിസ്റ്റർ ആണ്. 3 റെസിസ്റ്റർ വെച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് പറയുന്നുണ്ട് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സൈഡ്സ് AB, BC ആൻഡ് CA ആർ 40, 60 ഇതാവും. അപ്പോൾ AB എത്രയാണ് വരുന്നത്, AB തന്നിരിക്കുന്നത് 40 ohms എന്നാണ്. AB ഈസ് 40 ohm എന്നാണ് തന്നിട്ടുള്ളത്. ആൻഡ് അടുത്ത തന്നിട്ടുള്ളത് BC തന്നിട്ടുള്ളത് 60 ohm എന്നാണ്. അപ്പോൾ BC ഇത് 60 ohm ആണല്ലോ അല്ലേ. ആൻഡ് തന്നിട്ടുള്ളത് CA എന്ന് പറഞ്ഞാൽ CA തന്നിട്ടുള്ളത് 100 ohm തന്നിട്ടുള്ളത് 100 ohm തന്നിട്ടുണ്ട്. ഇനി അവർ ചോദിച്ചത് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് A ആൻഡ് B വിൽ ബി. അപ്പോൾ എക്കും ബിക്കും ഇടയ്ക്കുള്ള, അപ്പോൾ ഇതാണ് A എന്ന് പറഞ്ഞ പോയിന്റ്, ഇതാണ് B എന്ന് പറഞ്ഞ പോയിന്റ്, ഇതിൻ്റെ ഇടയിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. എളുപ്പമല്ലേ എന്ന് ആലോചിച്ച് ഈ പടം ഒന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു തലയും കറങ്ങണ്ട. നിങ്ങൾ എങ്ങനെ ആലോചിക്കേണ്ടതെന്ന് അറിയോ, ഇത് ആലോചിക്കാനുള്ള ടെക്നിക്കും കൂടി സാറ് പറഞ്ഞുതരാം കേട്ടോ. ഇതെങ്ങനെ ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കറണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി വരാമെന്ന് വിചാരിച്ചോ. ഇപ്പോൾ ഒരു I എന്ന് പറഞ്ഞൊരു കറണ്ട്, എന്തെങ്കിലും ഒരു കറണ്ട് വരുമെന്ന് വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ കറണ്ട് ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു A എന്ന് പറഞ്ഞ പോയിന്റത്തെ കറണ്ടിന് എന്ത് പറ്റും, കറണ്ടിൻ്റെ ഒരു കഷണം ഇങ്ങോട്ടേക്ക്, ഇപ്പോൾ ഒരു I1 എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഇങ്ങോട്ടേക്ക് കയറിപ്പോവും. ഇനി I2 എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് ഇങ്ങോട്ടേക്ക് കയറിപ്പോൾ അത് നോക്കാം അല്ലേ. ഈ I2 എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് എന്ത് പറ്റും, I2 എന്ന് പറഞ്ഞ ബ്രാഞ്ച് നേരെ ഒഴുകിയിട്ട് നേരെ ഇപ്പുറത്തേക്ക് പോകും, നേരെ I2 ഇവിടെ എത്തും. ഉറപ്പല്ലേ, ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവും. I1 നേരെ ഇതിലിങ്ങനെ പോയി ഇതിലിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ എത്തുന്നുണ്ടാവും. അത് വെച്ചുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ, ഇവിടെ നിന്ന് ഈ സ്ഥാനത്തിലേക്ക് എത്തുന്നതും സെയിം I1 തന്നെയാണ്. അങ്ങനെ ഒരേ കറണ്ട് ഒഴുകി എത്തുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവും ഈ 100ഉം ഈ 60യും എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളതാ, ദിസ് ഈസ് ഇൻ സീരീസ് കണക്ഷൻ. അതെങ്ങനെ നമുക്ക് മനസ്സിലായത്, ഒരു കറണ്ട് പോയിട്ട് ആ കറണ്ട് ഇങ്ങനെ ഒഴുകി അപ്പുറത്തെത്തുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഒരേ കറണ്ട് തന്നെ, സ്പ്ലിറ്റ് ഒന്നും ആവാതെ ജംഗ്ഷനിലൊന്നും പോവാതെ ഇങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ദീസ് രണ്ട് സാധനങ്ങൾ സീരീസ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിനോട് പാരലൽ ആണ് 40. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്ത് വരച്ചാൽ എങ്ങനെ കിട്ടുമെന്നറിയോ, ഭയങ്കര സിമ്പിളായിട്ട് വരച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ സർക്യൂട്ട് ലൈക്ക് ദിസ്. ഇങ്ങനെ കിട്ടും സർക്യൂട്ട്. ഇത് ഒരു സാധനം അടുത്ത സാധനം ഇങ്ങനെ അതിനോട് പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് ഇത് 40 ആണ്, ഇത് എത്രയാണ്, ഇത് 100 ആണ്, ഇത് 60 ആണ്, ഇങ്ങനെ കിട്ടും. സോ ദിസ് ഈസ് ദാറ്റ് പടം. ആ സെയിം ട്രയാങ്കിളിൻ്റെ പടം തന്നെയാണ് താഴെ വരച്ചിട്ടുള്ളത്. ഇങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണക്കൂട്ടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് നിങ്ങൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണക്കൂട്ടുക, R ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്നുള്ളതാണ് ഉത്തരം വരുന്നുണ്ടാവുക. R1 എത്രയാ പറഞ്ഞോ, സോറി ഇതിങ്ങനെ വരുന്നുണ്ടാവില്ല, R1 R2 R1. ഇപ്പോൾ ഇത് എത്രയാണ്, R1 40 എടുക്കാൻ വെച്ചു. R2 എത്രയാണ് വരുന്നുണ്ടാവുക, 100 + 60 ടോട്ടൽ വരുന്നത് 160 എന്നാണ് R2ൻ്റെ വാല്യൂ വരുന്നുണ്ടാവുക ആണല്ലോ അല്ലേ, കാരണം ഇത് സീരീസ് കണക്ഷൻ അല്ലേ. സോ എത്ര വരിക, R1 ഈസ് 40 × 160 ഡിവൈഡഡ് ബൈ 40 + 160 എന്നാണ് ഉത്തരം വരുന്നുണ്ടാവുക. സോ ഇതെങ്ങനെ സോൾവ് ചെയ്തെടുക്കുന്നുണ്ടാവുക, 40 × 60 160. ഇതൊന്നും ഒരിക്കലും സോൾവ് ചെയ്യാൻ നിൽക്കല്ലേ, ഇത് മാത്രം സോൾവ് ചെയ്താൽ മതി. 160ൻ്റെ കൂടെ 40 കൂട്ടിയാൽ 200. എങ്ങനെ ക്യാൻസൽ ചെയ്യുക, ഇതിങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദിസ് വിൽ ബി 5 എന്ന് കിട്ടും. 160/5 അതാണ് അതിൻ്റെ ഉത്തരം വരുന്നുണ്ടാവുക. 160/5 എത്ര മക്കൾ ഉത്തരം വരുന്നുണ്ടാവുക നോക്കിക്കോ. ഇതിനകത്ത് 3 ബാക്കി 1 32 എന്ന് ഉത്തരം വരും ആണല്ലേ. ദാറ്റ് വിൽ ബി ആൻസർ വിൽ ബി 32 ohms എന്നാണ് അതിൻ്റെ ഉത്തരം വരുന്നുണ്ടാവുക. കിട്ടിയോ, ഉത്തരം കിട്ടിയ ആൾക്കാർ എവിടെ, ഉത്തരം പറഞ്ഞ ആൾക്കാർ വെരി ഗുഡ്. സഞ്ജന ആദ്യം തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി whenever you are getting a circuits and all, don't get confused, just draw it, just try to draw it, just try to simplify it, you will be getting the answer. Basically നിങ്ങൾക്ക് അറിയാം series and parallel connection, the answer will be 32. good Sanjana, good very good. അടുത്തത്
an unknown resistor. അശ്വിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് നോക്കുക, unknown resistance R1 is connected in series with a resistance of 10 ohm. This combination is connected to one gap of a meter bridge. അടിപൊളി. മീറ്റർ ബ്രിഡ്ജ് ഉണ്ട്, മീറ്റർ ബ്രിഡ്ജിലോട് കണക്ട് ചെയ്തിട്ടുണ്ട്. while resistance R2 is connected to the other gap. The balance point is at 15 centimeter. Then ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ടെൽ യു, ദ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് പഠിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മീറ്റർ ബ്രിഡ്ജ് നമുക്ക് പഠിക്കാൻ ഇപ്പോൾ സിലബസിനകത്ത് കാണുന്നില്ല. അത് എടുത്തു പോയിട്ടുണ്ട്, ആക്ച്വലി ആ സാധനം പോയിട്ടുണ്ട്. പക്ഷേ യു ഹാവ് ടു, ഇതിപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മളിപ്പോൾ സിലബസിനകത്ത് നിന്ന് പോയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഫിസിക്സിൻ്റെ ഫാക്കൽറ്റി മീറ്റിങ്ങിൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ കാണാം, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എർത്ത് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എടുത്ത് കളഞ്ഞു. എർത്ത് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ പഠിക്കാനില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എർത്ത് മാഗ്നറ്റിസം എന്നുള്ള ടേം മാറ്റിയിട്ട് പറയുകയാണ്, ഇപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കാന്തം വെച്ചു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എങ്ങോട്ടേക്കായിരിക്കും മൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഡിപ്പ് ആംഗിൾ എത്തിരിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കാണാനുണ്ടാവുക. ശരിക്കും ആ എർത്ത് എന്നുള്ളത് മാറ്റിയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കാന്തം വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണോ ചെയ്യുക അതുപോലെ തന്നെയാണ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് സോൾവ് ചെയ്യേണ്ടി വരിക. സോ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു സാധനം ആക്ച്വലി ഇപ്പോൾ സിലബസിൽ പഠിക്കേണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് അതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ദർ ഇസ് സംതിങ് കോൾഡ് വീറ്റ് സ്റ്റോൺസ് ബ്രിഡ്ജ്. വീറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഗോതമ്പ് കല്ല്, അങ്ങനെ അർത്ഥം. ഗോതമ്പിൻ്റെ വീറ്റും കല്ലിൻ്റെ സ്റ്റോണും, വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ സാധനം നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അതിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, ഈ പറയുന്ന ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. സോ ഈ സാധനം എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ മീറ്റർ ബ്രിഡ്ജ്. വേണോ മീറ്റർ ബ്രിഡ്ജ് പറഞ്ഞുതരണോ? പറഞ്ഞുതരാടാ, ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. മീറ്റർ ബ്രിഡ്ജ്, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ മീറ്റർ ബ്രിഡ്ജ് ഇൻ 2 minutes. ഓക്കെ, ദിസ് വിൽ ബി ദ ഫാസ്റ്റസ്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് മീറ്റർ ബ്രിഡ്ജ് ഇൻ ദ ഷോർട്ട് ടൈം പീരീഡ്. നോക്കിക്കോട്ടോ, മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹോം ക്രീം കുട്ടിച്ചാത്ത നടന്നോട്ടെ, പെട്ടെന്ന് ആയിക്കോട്ടെ. മീറ്റർ ബ്രിഡ്ജ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹോം ക്രീം കുട്ടിച്ചാത്തേ. സോ ഇവിടെ നോക്കിക്കോട്ടോ, എന്താ പറയുക, ഇവിടെ ഒരു കണക്ടർ ഉണ്ടാവും. സോ ഇതാട്ടോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പാടം എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു എല്ല് ഇപ്പുറ സൈഡിൽ നിന്ന് അതുപോലെ തന്നെ ഒരു എൽ സാധനം ഉണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് റെസിസ്റ്റൻസ്, എന്തിനാണ് മീറ്റർ ബ്രിഡ്ജ് യൂസ് ചെയ്യുക? വൈ ദ മീറ്റർ ബ്രിഡ്ജ് ഈസ് യൂസിങ് ടു ഫൈൻഡ് അൺനോൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി. അൺനോൺ റെസിസ്റ്റർ എത്രയാണോ ആ സാധനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സാധനം യൂസ് ചെയ്യുന്നുണ്ടാവുക. ആൻഡ് ഇതിനകത്ത് ഇങ്ങനത്തെ ഇവിടെ ഒരു സാധനം ഉണ്ടാവും. സോ ദിസ് ഈസ് ദ പടം ഓഫ് നമ്മുടെ മീറ്റർ ബ്രിഡ്ജ്. എന്തുകൊണ്ട് അതിനെ മീറ്റർ ബ്രിഡ്ജ് എന്ന് വിളിക്കാമെന്നറിയോ? വൈ? ബിക്കോസ് എന്ന് വെച്ചാൽ ഇതിനകത്ത് 1 മീറ്റർ നീളമുള്ള എന്തുണ്ടാവും, ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതൊരു സ്കെയിലിൻ്റെ മേളിലായിരിക്കും വെച്ചിട്ടുണ്ടാവും. അതൊരു സ്കെയിലാണ്. സ്കെയിലിൻ്റെ മേളിൽ നമുക്കറിയാം 1-2 സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ കണത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു സ്കെയിൽ വെച്ചിട്ടുണ്ടാവും. കാരണം അത് അളക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്കെയിലുള്ളത്. ഈ സ്കെയിലിൻ്റെ മേളിൽ കൂടി എന്ത് വെച്ചിട്ടുണ്ടാവും, നമ്മളൊരു വയർ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. ഒരു വയർ ഉണ്ടാവും സ്കെയിലിൻ്റെ മേളിൽ. ആ വയറിൻ്റെ മെത്തേഡിലായിരിക്കും ദിസ് ഈസ് 1 മീറ്റർ. അതുകൊണ്ടാണ് ഇതിനെ വിളിക്കുക മീറ്റർ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നുണ്ടാവുക. ആൻഡ് യു നോ ദാറ്റ് തിങ്, ഇവിടെ എന്തുണ്ടാവും എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, റൈറ്റ്? ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ദിസ് ഈസ് ഗ്യാപ്പ് 1, ഒന്നാമത്തെ ഗ്യാപ്പ്, ഇത് രണ്ടാമത്തെ ഗ്യാപ്പ്. ഇതിനകത്താണ് നമ്മൾ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നുണ്ടാവുക. ഇപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു സാധനം അൺനോൺ ആക്കി വയ്ക്കും. ഒരെണ്ണം നോൺ ആക്കും, മറ്റേത് അൺനോൺ ആക്കി വയ്ക്കും. അത്രയാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടാവുക. എന്നിട്ട് എന്താ സംഭവിക്കാമെന്നറിയോ, നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെ ഒരു ഗാൽവനോമീറ്റർ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഈ നടുവിലത്തെ പോയിന്റില്ലേ, ഈ സെൻറ്റർ പോയിന്റ്, ഇവിടുത്തെ സെൻറ്റർ പോയിന്റ് ഞാൻ റെഡിൽ വരയ്ക്കാം. സോ ഈ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ഗാൽവനോമീറ്റർ എടുക്കും. ഈ ഗാൽവനോമീറ്റർ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇതൊരു ഒരു മൂവബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ജോക്കി എന്നാണ് വിളിക്കുന്നുണ്ടാവുക. അതിനിങ്ങനെ മൂവബിൾ ആയിട്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എപ്പോഴെങ്കിലും നോക്കും ഗാൽവനോമീറ്ററിൽ ഇതിനകത്തോട് ഒഴുകുന്ന കറണ്ട് 0 ആവുന്ന പോയിന്റ് ഏതാ നോക്കും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഈ ഗാൽവനോമീറ്ററിൻ്റെ സാധനം എടുത്തിട്ട് ജോക്കി എടുത്തിട്ട് ആദ്യം ഈ പോയിന്റിൽ ഇവിടെ വെക്കുന്നുണ്ടാവുക, 0 തുടങ്ങും. എന്നിട്ട് അതിങ്ങനെ ആ വയർ കൂടി ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ നോക്കും. എന്തിനെങ്ങനെ മൂവ് ചെയ്ത് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും പോയിന്റിൽ വെച്ചിട്ട് എന്ത് നോക്കുന്നുണ്ടാവും, ഈ പറയുന്ന എന്ത് നോക്കുന്നുണ്ടാവും, ഈ ഗാൽവനോമീറ്ററിൻ്റെ കറണ്ട് 0 ആവുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടാവും. അതാണ് നോക്കുക. അപ്പോൾ സപ്പോസ് ഈ ഒരു ലെങ്ത്തിൽ വെച്ചിട്ട് ഈ കറണ്ട് 0 ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിവിടെ എഴുതുകയാണേ, ഇവിടെ R1 ഉണ്ട്, ഇവിടെ R2 ഉണ്ട്. സോ R1 R2 ഇഷ്ടമുള്ളത് നമുക്ക് അൺനോൺ ആക്കി വെക്കാം, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും, ആദ്യം ഇവിടെ ഒരു L1 എന്ന് പറഞ്ഞ ലെങ്ത്ത്, ഈ ഒരു L1 ലെങ്ത്തിലായിരിക്കും നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ടാവുക അല്ലേ, ഈ L1 ലെങ്ത്തിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ആൻഡ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ലെങ്ത്ത് ഉണ്ടാവും, L2 ലെങ്ത്ത്. നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ, കാരണം ഇതൊരു 1 മീറ്റർ അല്ലേ. അപ്പോൾ ഈ L1 കിട്ടാൻ, അല്ലെങ്കിൽ ആ സ്കെയിൽ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രയാണ് ഈ ലെങ്ത്ത് വന്നതെന്നുള്ള കാര്യത്തിൽ മനസ്സിലാവുണ്ടാവും. സോ ഇതിൻ്റെ വളരെ സിമ്പിളാണ് കണ്ടുപിടിക്കാൻ വേണ്ടി. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള R1 ഡിവൈഡഡ് ബൈ L1 വിൽ ബി ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ L2. ഇത് എങ്ങനെ റേഷ്യോ എടുത്താലും കറക്റ്റാണ് കേട്ടോ. R1 ബൈ L1 ഈസ് ഈക്വൽ ടു R2 ബൈ L2 എന്നായിരിക്കും ഈ സാധനം ഉണ്ടാവുക. ഇത് വീസ്റ്റൺ ബ്രിഡ്ജിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ ജസ്റ്റ് മീറ്റർ ബ്രിഡ്ജ് മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവുക. സോ ഇതാണ് ഇതിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇതിനകത്ത് R1 നമുക്കറിയാം, L1 L2 നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. ഈ
സാധനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. R1 R2 നമുക്കറിയാമെങ്കിലും മറ്റേ സാധനം നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. അൺനോൺ ആയിട്ടുള്ള സാധനത്തിൻ്റെ സംഗതികൾ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് ഈസ് വാട്ട് ഈസ് മീറ്റർ ബ്രിഡ്ജ്. അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ കഥയാണ് പറയുന്നത്. സോ ഇവിടെ നോക്കിക്കോ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞുള്ളത് ആ അൺനോൺ റെസിസ്റ്റൻസ് R1 ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് 10. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ R1 എന്ന് പറഞ്ഞ റെസിസ്റ്ററിൻ്റെ കൂട്ടത്തിൽ 10 ഓമിൻ്റെ ഒരു സാധനം സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു R-ഉം ഒരു 10-ഉം ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക, 6ഉം 10ഉം കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ടു ദ വൺ ഗ്യാപ്പ്. ഒരു ഗ്യാപ്പിൽ കണക്ട് ചെയ്ത് എത്രയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? സോ ഇവിടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, R1ൻ്റെ അവിടെ കണക്ട് ചെയ്തത് 10 പ്ലസ് R1 ആണ് നമ്മളിവിടെ കണക്ട് ചെയ്തത്, ഇനീഷ്യലി കണക്ട് ചെയ്തത്. ആൻഡ് രണ്ടാമത്തെ സാധനം ഇവിടെ R2 എന്ന് പറഞ്ഞൊരു സാധനം നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ദാറ്റ് ഈസ് ഇൻ ദ ഗ്യാപ്പ് 2 നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ കിട്ടുന്ന സമയത്ത് ബാലൻസ് പോയിന്റ് 50 സെൻറ്റിമീറ്റർ ആണ് കിട്ടിയത്. ദാറ്റ് വിൽ ബി 50 സെൻറ്റിമീറ്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ നമ്മൾ എഴുതുകയാണെങ്കിൽ R1ൻ്റെ സ്ഥലത്ത് എന്താ ഉള്ളത് നോക്കിക്കോ മക്കളെ, പെട്ടെന്ന് പറഞ്ഞോ. R1ൻ്റെ സ്ഥലത്ത് എന്താ ഉള്ളത്? R1 + 10 ആണ് ഉള്ളത്, ഡിവൈഡഡ് ബൈ L1 എന്ന് പറഞ്ഞാൽ 50 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ മറ്റേ L2 എത്രയായിരിക്കും? L2 50 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. വിൽ ബി ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ 50 സെൻറ്റിമീറ്റർ. ഇങ്ങനെ തന്നെയല്ലേ കിട്ടുന്നത്, ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ. സോ ദിസ് ഈസ് വൺ ഇക്വേഷൻ. നമ്മളിപ്പോൾ ഈ ഒരു ഇതിനകത്ത് നിന്ന് കിട്ടിയ സാധനമാണ്. നൗ വെൻ ദ 10 ഓം റെസിസ്റ്റൻസ് ഈസ് റിമൂവ്ഡ്, അപ്പോൾ ഇതിനകത്ത് നിന്ന് 10 ഓം ഒഴിവാക്കിയിട്ട് R1 മാത്രമാക്കി കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ R2 അവിടെ തന്നെ ഉണ്ട്, ബാലൻസ് പോയിന്റ് ഈസ് 40 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ നോക്ക്, അടുത്ത് നോക്ക്, R1 ഡിവൈഡഡ് ബൈ എന്താ പറയുക 40 സെൻറ്റിമീറ്ററിലാണ് ഇതിന് ബാലൻസ് കിട്ടിയത്. ആണെങ്കിൽ R2 ഡിവൈഡഡ് ബൈ ബാക്കി L2 എത്രയായിരിക്കും വരുന്നുണ്ടാവുക? 60 സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന കാര്യം എന്താ വെച്ചാൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് R1 എന്നാണ് ചോദിക്കുന്നത്. എളുപ്പമല്ലേ? ഈ രണ്ട് സാധനത്തിന് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. യു വിൽ ബി ഗെറ്റിംഗ് ദ ഡയറക്റ്റ് ഇക്വേഷൻസ്. എനിക്ക് ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ആപ്ലിക്കേഷൻസ് ക്ലാസ്സിൽ പറയണമെന്നുണ്ട്. ഐ വിൽ ഡു എ സെപ്പറേറ്റ് വീഡിയോ, അല്ലെങ്കിൽ ഐ വിൽ ഡു ഇൻ ദ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കോമ്പി റൂമിൻ്റെ ഒക്കെ ലൈവ് വരാനുണ്ട്. സോ ആ ലൈവിൽ ഞാൻ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കറക്റ്റായിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സർക്യൂട്ടുകൾ, നിങ്ങളിപ്പോൾ ഇങ്ങനെ വലിയ സർക്യൂട്ടുകൾ കാണുന്നില്ലേ, ആ വലിയ സർക്യൂട്ടുകൾ പല സർക്യൂട്ടുകളും വീറ്റ്സ്റ്റോൺ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സാധനങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ക്യാൻസലിങ്, എന്തൊക്കെ ക്യാൻസലായി പോകും നിങ്ങൾക്ക് അറിയാൻ പറ്റൂലേ. എന്താ എങ്ങനെ കിട്ടുന്നുണ്ടാവുക? ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ സൈഡിലുള്ളത് ഡിവൈഡ് ചെയ്യണം അല്ലേ. R1/10, R1 + 10 അല്ലേ, ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ R1 അല്ലേ. ആലോചിച്ച് നോക്കി. അല്ലെങ്കിൽ ഞാൻ ഈ ഇതിനെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചത്, അല്ലെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. ഇതും ക്യാൻസലാക്കി കളയാൻ പറ്റും വളരെ സിമ്പിളായിട്ട്. വിൽ ബി ഈക്വൽ ടു എങ്ങനെ വരുന്നുണ്ടാവുക? ഇപ്പുറ സൈഡിലുള്ള ഡിവൈഡ് ചെയ്യണം. സോ R2 ക്യാൻസലായി പോകും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എങ്ങനെ വരുന്നുണ്ടാവുക? നോക്കിയിട്ട് പറഞ്ഞാൽ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 60/50 എന്നാണ് വരുന്നുണ്ടാവുക. ഉറപ്പല്ലേ? ഈ 50 ക്യാൻസലായി പോകും. സോ ദ ആൻസർ വിൽ ബി ലൈക്ക് ഫൈനലി ഇറ്റ് വിൽ ബി കമ്മിങ് ലൈക്ക് R1 + 10 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ R1 ഈസ് ഈക്വൽ ടു 60 എന്നാണ് വരുന്നുണ്ടാവുക. ഉറപ്പല്ലേ? അപ്പോൾ R1 + 10 ഇൻറ്റു 40 വിൽ ബി ഈക്വൽ ടു 60 R1 എന്ന് കിട്ടുന്നുണ്ടാവും. സോ ഇത് ഉള്ളിലേക്ക് വേണമെങ്കിൽ 40 R1 പ്ലസ് എത്ര വരുന്നുണ്ടാവും? 40 × 400 ഈസ് ഈക്വൽ ടു 60 R1 എന്ന് കിട്ടുന്നുണ്ടാവും. ഇത് സോൾവ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ലൈക്ക് 20 R1 ഈസ് ഈക്വൽ ടു 400 എന്ന് കിട്ടുന്നുണ്ടാവും. R1 വിൽ ബി ഈക്വൽ ടു 400/20 എന്ന് ഉത്തരം കിട്ടുന്നുണ്ടാവും. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ ഹിയർ. സോ ഇത് മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ ആണ്, പക്ഷേ മീറ്റർ ബ്രിഡ്ജ് പഠിക്കാനില്ല, ഇത് ആവശ്യമില്ല എന്നുള്ള രൂപത്തിലേക്ക് തള്ളിക്കളയരുത്. ഭയങ്കര കൂളായിട്ട് എടുക്കണം. ദ ആൻസർ വിൽ ബി വാട്ട്? 20 എന്നുള്ളതായിരിക്കും നിങ്ങൾക്ക് ഉത്തരം വരുന്നുണ്ടാവും. സോ ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ നമ്പർ 8. അയ്യോ, നമ്മൾ പതുക്കെ ലാഗ് ചെയ്താൽ പോകുന്നത്. വി ഹാവ് ടു ഗോ ഇറ്റ് ക്വിക്കർ വേ. കുറച്ചും കൂടി ക്വിക്കർ വേ ആയിട്ട് പോകണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ചോദിച്ചു നോക്കാം കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ, വെൻ എ വയർ ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഐ വിൽ ബി ടെല്ലിംഗ് ലൈക്ക് യു ഹാവ് ടു അണ്ടർലൈൻ ദ ഇമ്പോർട്ടൻറ്റ് തിങ്. യൂണിഫോം ക്രോസ് സെക്ഷൻ ഉള്ള ഒരു വയറാണ്. ആൻഡ് ലെങ്ത് L ആണ്, ടോട്ടൽ ലെങ്ത് L ആണ്, റെസിസ്റ്റൻസിൻ്റെ R ആണ്, ബെൻറ്റ് ഇൻ ടു എ കംപ്ലീറ്റ് സർക്കിൾ. അപ്പോൾ ഒരു വയർ എടുത്തിട്ട് ആ വയറിനെ എന്ത് ചെയ്ത് വെച്ചിട്ടു? കംപ്ലീറ്റ് സർക്കിളാക്കി മാറ്റി വെച്ചു. അപ്പോൾ ഈ വയറിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയായിരുന്നു? R ആയിരുന്നു ഉണ്ടായിരുന്നത്. ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ടു ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ്, ഡയമീറ്റർ വെച്ചിട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ്. ഇപ്പോൾ സപ്പോസ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇതൊരു പോയിന്റ് ആണെങ്കിൽ അതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് പോയിന്റ് ഇതാണ്. ഇതിൻ്റെ അക്രോസ് ഉള്ള ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L എന്നാണ് നമ്മൾ അറിയുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഈ ഒരു അപ്പർ പോർഷൻ്റെ മാത്രം റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ R ആണെങ്കിൽ ഇതിൻ്റെ മാത്രം റെസിസ്റ്റൻസ് R/2 ആയിരിക്കും. ഇതിൻ്റെ മാത്രം റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഇതിൻ്റെ മാത്രം റെസിസ്റ്റൻസ് എത്രയായിരിക്കും? R/2 ആയിരിക്കും അല്ലേ. ഈ രണ്ട് R/2 എങ്ങനെ കണക്ട് ചെയ്ത പോലെ ഇപ്പോൾ ഉള്ളത്? സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ? സീരീസ് ആണോ പാരലൽ ആണോ എന്ന് മനസ്സിലാക്കാൻ ഞാൻ കുറച്ച് നേരം മുന്നേ ഒരു ഐഡിയ പറഞ്ഞിരുന്നു. ഇവിടെ നിന്ന് ഒരു കറണ്ട് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഈ കറണ്ട് ഇങ്ങനെ ഈ ജംഗ്ഷനിൽ വന്ന വാട്ട് വിൽ ഹാപ്പൻ ടു കറണ്ടിൻ്റെ ഒരു പോർഷൻ I1 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആവും, മറ്റേ പോർഷൻ I2 എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആവും. കറണ്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പാരലൽ കണക്ഷൻ. അങ്ങനെ തന്നെ ആലോചിക്കുക. സോ ഈ പടം എങ്ങനെ റെഡ്യൂസ് ആയി വരുന്നു വെച്ച് കഴിഞ്ഞാൽ ദിസ് പടം വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്, ഇങ്ങനെ ആയിട്ട് മാറുന്നുണ്ടാവും. കിട്ടണുണ്ടോ മക്കളെ? സോ ദിസ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്, ഇങ്ങനെ ആയിരുന്നുണ്ടാവും. ഇതിൻ്റെ R/2 ആണ്, ഇതും R/2 ആയിട്ടാണ് നിൽക്കുന്നുണ്ടാവുക. സോ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. വളരെ എളുപ്പമല്ല ഇത് കണ്ടുപിടിക്കാൻ. R/2 എങ്ങനെ ചെയ്യുന്നുണ്ടാവുക? ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു കണ്ടുപിടിച്ചോടാ. R1 R2 + R1 + R2 ആണ്. അപ്പോൾ R/2 × R/2
ഡിവൈഡഡ് ബൈ ആർ ബൈ ടു ഇൻറ്റു ആർ ബൈ ടു ഡിവൈഡഡ് ബൈ ആർ ബൈ ടു പ്ലസ് ആർ ബൈ ടു ആണല്ലോ അല്ലേ. ആർ ബൈ ടു പ്ലസ് ആർ ബൈ ടു എന്താ, ആർ എല്ലായിടത്തും വേണമെങ്കിൽ ക്യാൻസൽ ആക്കാം കേട്ടോ. ആർ ബൈ ടു പ്ലസ് ആർ ബൈ ടു എന്താ, ദാറ്റ് ഈസ് ആർ ബൈ ടു പ്ലസ് ആർ ബൈ ടു ആർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടാൽ ആർ ബൈ 4 ഡിവൈഡഡ് ബൈ ആർ എന്നാണ് വരുന്നുണ്ടാവുക. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ആർ ബൈ 4 അല്ല, ആർ സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ ആർ എന്നാണ് വരുന്നുണ്ടാവുക. ദ ആൻസർ ഇതും ക്യാൻസൽ ആയി പോയാൽ ദ ആൻസർ വിൽ ബി ആർ ബൈ 4 എന്ന് ആൻസർ വരുന്നുണ്ടാവും. ദ ആൻസർ വിൽ ബി ആർ ബൈ 4. കിട്ടിയോ? വെരി ഗുഡ്. റിഫ അടിപൊളിയായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അടുത്തത് 10ാമത്തെ ക്വസ്റ്റ്യൻ. സോ അടുത്ത ആൾ പടപടാന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കണം കേട്ടോ. ഒരു ഇതും പാടില്ല. ബൈ യൂസിങ് ഓൺലി 2 റെസിസ്റ്റൻസ്. ഇതൊരു കുസൃതി ക്വസ്റ്റ്യനാണ്. ഇത് നമ്മൾ LKG UKG പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ പറയില്ലേ, 2 പാത്രം ഉപയോഗിച്ചിട്ട് എങ്ങനെ 35 ലിറ്റർ ഉണ്ടാക്കാമെന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻ. സോ ഒന്ന് ജസ്റ്റ് നോക്കിക്കോ, നിങ്ങളുടെ ഒരു ഐഡിയ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കോ. 2 റെസിസ്റ്ററെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 2 റെസിസ്റ്റർ എങ്ങനെ യൂസ് ചെയ്യാം? ഒന്നെങ്കിൽ സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാം, സീരീസ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പാരലൽ ആയിട്ട് യൂസ് ചെയ്യാം. വൺ ഷുഡ് ബി ഏബിൾ ടു ഒബ്റ്റെയിൻ. നമുക്ക് 3 ഓമിൻ്റെ റെസിസ്റ്റർ ഉണ്ടാക്കണം, 4 ഓമിൻ്റെ റെസിസ്റ്റർ ഉണ്ടാക്കണം, 12ൻ്റെ റെസിസ്റ്റർ ഉണ്ടാക്കണം, 16ൻ്റെ റെസിസ്റ്റർ ഉണ്ടാക്കണം. ഈ 4 റെസിസ്റ്ററും കിട്ടണം. പക്ഷേ നമുക്ക് എന്തേ പറ്റുള്ളൂ? 2 എണ്ണേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒറ്റയ്ക്കും യൂസ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സീരീസ് ആയിട്ടോ പാരലൽ ആയിട്ടോ യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സാധനം കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏതൊക്കെ കോയിൽസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള വഴി നമുക്ക് ഓപ്ഷൻ നോക്കാം. അതൊരു ഓപ്ഷനാണ്. എളുപ്പമുള്ള വഴി അതാണെന്ന് നോക്കാം. ഇപ്പോൾ ഓപ്ഷൻ നോക്കാം കേട്ടോ. 3 × 4, 3ഉം 4ഉം തമ്മിൽ നമ്മൾ അപ്പോൾ നമുക്ക് 3 കിട്ടും, 4 കിട്ടും. ഇനി 3ഉം 4ഉം സീരീസ് ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 7 അല്ലേ കിട്ടുള്ളൂ. നമുക്ക് 16ഉം 12 ഒക്കെ കിട്ടൂല. അപ്പോൾ ഇത് ഒരിക്കലും ഈ 2 എണ്ണം എടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇനി ഇത് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ഗോയിങ് ബിലോ 3ൻ്റെ താഴേക്ക് പോകുന്നുണ്ടാവും അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താൽ. അപ്പോൾ ഇത് പറ്റില്ല. 4ഉം 12 ഉപയോഗിച്ച് നോക്കി. 4ഉം 12ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. ഉറപ്പല്ലേ? ഇനി 4ഉം 12ഉം പാരലായിട്ട് കണക്ട് ചെയ്താലോ? നമുക്ക് നോക്കാം അല്ലേ. 4 × 12 ഡിവൈഡഡ് ബൈ 12 + 4 ദാറ്റ് വിൽ ബി എത്ര വരുന്നുണ്ടാവുക? 4 × 12 ഡിവൈഡഡ് ബൈ 12 + 4 16. അത് ഇങ്ങനെ വന്നിട്ട് ദാറ്റ് വിൽ ബി 3. കിട്ടിയല്ലോ, ഉത്തരം കിട്ടി. സോ ദിസ് ഈസ് ദ ആൻസർ. സോ ഒരുപാട് നമുക്ക് എന്ത് ചെയ്യേണ്ട, ഇങ്ങനെ ആലോചിച്ച് നോക്കണ്ട. ആരോ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, നിഹാസ് ഉത്തരം പറഞ്ഞു. ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അത് ഓപ്ഷൻ നോക്കിയാൽ മതി. ഭയങ്കര കൂളായിട്ട് കിട്ടും. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പല സാധനങ്ങളും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ തന്ന സാധനങ്ങളൊന്നും നമുക്ക് എന്തുണ്ടായിരുന്നില്ല, നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഓപ്ഷൻ സോൾവ് ചെയ്താൽ മതി. അതുകൊണ്ട് ഇങ്ങനത്തെ കുടുക്ക് ക്വസ്റ്റ്യൻ ഇട്ടിട്ട് നമ്മളെ പറ്റിക്കാൻ ഇന്ത്യ നോക്കണ്ട. ഒരു കാര്യമില്ല, നമ്മൾ കൂളായിട്ട് ഈ സാധനം ചെയ്തെടുക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു കഥ. അടുത്ത നോക്കാം. 11ാമത്തെ ക്വസ്റ്റ്യൻ പടപെടാന്ന് പറഞ്ഞു. ദ EMF of a cell is E volts and the internal resistance are R ohm. The resistance in the external circuit is also R ohm. Then the potential difference across the cell will be. കുടുങ്ങിയല്ലോ മോനെ. ആദ്യമായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇന്റേണൽ റെസിസ്റ്റൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നത്. സോ മക്കളെ, വാട്ട് ഈസ് ഇന്റേണൽ റെസിസ്റ്റൻസ്? ആദ്യം ആരാ പറഞ്ഞു തരാമെന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ ഞാനൊരു സർക്യൂട്ടിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ. ദൈവമേ, ഞാനൊരു ബാറ്ററി വരയ്ക്കാൻ പോവാണ്. കാത്തോളനെ ഒറ്റ ബാറ്ററി. ഇത് ഞാൻ ശരിക്കുള്ള ബാറ്ററി കേട്ടോ, സൈനല്ല വരയ്ക്കാൻ പോണത്. ശരിക്കുള്ള ബാറ്ററി ഇങ്ങനെ വരയ്ക്കുകയാണ്. സോ എന്താ ഈ ബാറ്ററി ചെയ്യാൻ മക്കളെ ഇവിടെ ഇതിനെ? കാരണം വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യനും ബാറ്ററി റിലേറ്റഡ് ആയിട്ടാണ് വരാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ പോസിറ്റീവ് എൻഡ്, ദിസ് ഈസ് എ നെഗറ്റീവ് എൻഡ് ഓഫ് ദ ബാറ്ററി. ഇത് നമ്മൾ സർക്യൂട്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്തു. സോ വാട്ട് ഈസ് ദിസ് ബാറ്ററി ട്രൈയിങ്? ബാറ്ററി എന്താ ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം അല്ലേ. ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ഒരു സർക്യൂട്ട് ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരച്ചു എന്ന് വിചാരിച്ചോ. സോ ഇവിടെ നിന്ന് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ബാറ്ററി എന്തെന്ന് വെച്ചാൽ ബാറ്ററി പോസിറ്റീവ് ചാർജിനെ പുഷ് ചെയ്യും, തള്ളുക ചെയ്യുക. നെഗറ്റീവ് പോസിറ്റീവിലേക്ക് തള്ളിയും. ആൻഡ് ഇത് ബാറ്ററി ഈസ് ലൈക്ക് എ പമ്പ്. എന്താണ്? പമ്പാണ് ചെയ്യുന്നത് ബാറ്ററി. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിനെ ഇവിടെ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പോകും. ഇതൊരു കണ്ടക്ടർ ആയതുകൊണ്ട് ഇങ്ങനെ പോയി ഈ പോസിറ്റീവ് ചാർജ് അതിൻ്റെ നെഗറ്റീവ് എൻഡിലെത്തും. ഇപ്പുറ സൈഡിലെത്തും അല്ലേ. ഇപ്പുറ സൈഡിലെത്തി കഴിയുമ്പോൾ വീണ്ടും ബാറ്ററി. അപ്പോൾ കറണ്ട് ഇങ്ങനെ നിൽക്കേണ്ടതല്ലേ. ഒരു ചാർജാണ് ഒഴുകണമെങ്കിൽ അതിങ്ങനെ പോയിട്ട് ഇപ്പുറത്തും കറണ്ട് നിൽക്കേണ്ടതല്ലേ. ബാറ്ററി എന്ത് ചെയ്യുന്നു വെച്ചാൽ ബാറ്ററിൻ്റെ കപ്പാസിറ്റി ഉപയോഗിച്ചിട്ട് ഈ പോസിറ്റീവ് ചാർജിനെ ഈ ബാറ്ററിൻ്റെ ഉള്ളിൽ കൂടി വീണ്ടും പുഷ് ചെയ്ത് അപ്പുറ സൈഡിലെത്തിക്കും, അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. പക്ഷേ അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് പ്രശ്നമുണ്ട് മക്കളെ? ബാറ്ററിൻ്റെ ഉള്ളിൽ കുറേ കെമിക്കൽസ് ഉണ്ട്, ആണല്ലോ അല്ലേ. ഈ കെമിക്കൽസ് ഒക്കെ ഈ ചാർജിനെ അങ്ങോട്ട് ഒഴുകാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാക്കുക, ഒരു തടസ്സം ഉണ്ടാക്കുക. അതായത് ഈ സ്ഥലത്ത് സർക്യൂട്ടിൽ മൊത്തം വലിയ കട്ടറൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ബാറ്ററിൻ്റെ ഉള്ളിൽ കുറച്ച് കട്ടറുണ്ട്. നമ്മളിവിടെ വന്ന് ഈ ചാർജിനെ അങ്ങോട്ടേക്ക് പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ സാധനങ്ങൾ സമ്മതിക്കില്ല. അതിനെയാണ് നമ്മൾ വിളിക്കുക ഒരു ബാറ്ററിയുടെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്ന സാധനം. R എന്ന് വിളിക്കും. ഇതിനെയാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്ന സാധനം. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. സോ ടോട്ടലി ഒരു ബാറ്ററിയുടെ ഉള്ളിൽ കൂടി ചാർജസിനെ പാസ് ചെയ്യാൻ നേരത്ത് വരുന്ന ഒരു സാധനത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടാവുക? ഇന്റേണൽ റെസിസ്റ്റൻസ്. അടിപൊളി ഉത്തരം പറഞ്ഞ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. റിഫൈ ആൾക്കാരൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇന്റേണൽ റെസിസ്റ്റൻസ് R ഉണ്ട്. സോ ഇവിടെ അവർ പറഞ്ഞിരിക്കുന്നത് ഈ ബാറ്ററിയുടെ EMF E ആണ്, അതിൻ്റെ വോൾട്ട് E ആണ് എന്നുള്ളത്. ഇതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. ഈ സർക്യൂട്ടിൽ വേറൊരു റെസിസ്റ്റൻസും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്, അതും R തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ ബാറ്ററി എന്നാണ് ചോദിച്ചത്. അതായത് ഈ ബാറ്ററിക്ക് ചുറ്റുമുള്ള EMF അല്ലാതെ ഈ ബാറ്ററിക്ക് ചുറ്റുമുള്ള, അതായത് ഈ 2 പോയിന്റ് ബാറ്ററിക്ക് ചുറ്റുമുള്ള വോൾട്ടേജ് എത്രയാണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു
സിമിലർ ക്വസ്റ്റ്യൻ ഞാൻ മേളിൽ ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒറ്റ ഇക്വേഷൻ ആണ്, വോൾട്ടേജ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു R എന്നാണ് ചോദിക്കുക. ഇവിടുത്തെ R തന്നിട്ടുണ്ട്, R സ്മോൾ ആർ എന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്, I കണ്ടുപിടിച്ചാൽ മതി. ഹൗ വിൽ ബി ഫൈൻഡിങ് ഔട്ട് ദ I ഈസ് ഈക്വൽ ടു നമ്മുടെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. നമുക്ക് ഇവിടെ ഒരു R ഉണ്ട്, ഇവിടെ ഒരു R ഉണ്ട്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരുന്നുണ്ടാവുക? 2R വരുന്നുണ്ടാവും. കാരണം R പ്ലസ് R 2R എന്ന് വരുന്നുണ്ടാവും. ദാറ്റ് ഈസ് I ഇൻറ്റു എത്ര വരുന്നുണ്ടാവുക? ഇൻറ്റു ഇതിൻ്റെ R ആണ് ചെയ്യേണ്ടത്. സോ വി വിൽ ബി ഗെറ്റിംഗ് ദാറ്റ്, ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയിട്ട് യു വിൽ ബി ഗെറ്റിംഗ് ദാറ്റ് ഇവിടുത്തെ വോൾട്ടേജ് വിൽ ബി E/2 എന്നുള്ള ആൻസർ കിട്ടുന്നുണ്ടാവും. കിട്ടുന്നുണ്ടല്ലോ അല്ലേ? കുറച്ച് ആൾക്കാരോട് ഉത്തരം ചെയ്തു, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഇന്റേണൽ റെസിസ്റ്റൻസ് കാര്യങ്ങളെന്ന് ചെയ്യണം. വെരി ഗുഡ് റിഫ, അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യണം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒരു 150, 200, 300, 400, 500 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഇതുപോലത്തെ എന്ത് ക്വസ്റ്റ്യൻ ഇട്ടാലും നമ്മൾ ചെയ്യും എന്നുള്ള ആ ഒരു പവറിലേക്ക് നമ്മൾ എത്തണം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. സോ 12ാമത്തെ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ആരാ ചെയ്യാൻ നോക്കട്ടെ. ഫോർ ദ ഡ്രൈവിംഗ് എ കറണ്ട് ഓഫ് 2 ആംപിയർ ഫോർ 6 മിനിറ്റ്സ് ഇൻ എ സർക്യൂട്ട്. അതായത് ഒരു സർക്യൂട്ടിൽ കൂടി 6 മിനിറ്റ് 2 ആംപിയർ കറണ്ട് ഓടിക്കുകയാണ്. 6 മിനിറ്റ് സമയത്തേക്ക് 2 ആംപിയർ കറണ്ട് ഓടുന്നുണ്ട്. അതിന് യൂസ് ചെയ്യുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ 1000 ജൂൾസ് ഓഫ് വർക്ക് ചെയ്യുന്നുണ്ട്. 1000 ജൂൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് 1000 ജൂൾ എനർജി സ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ 2 ആംപിയർ കറണ്ട് 6 മിനിറ്റ് നേരത്തേക്ക് ആ സർക്യൂട്ടിലൂടെ ഓടിക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ അത് വരച്ച് നോക്കാം കേട്ടോ. ദ EMF ഓഫ് ദ സോഴ്സ് ഓഫ് ദ സർക്യൂട്ട് ഈസ് ഭയങ്കര സിമ്പിൾ, നമുക്കറിയാം അല്ലേ? സോ ഇവിടെ ഒരു സോഴ്സ് ഉണ്ട്, ഒരു EMF ഒരു സോഴ്സ് വെച്ചിട്ടുണ്ട്, ഒരു സർക്യൂട്ട് വെച്ചിട്ടുണ്ട്. ഈ സോഴ്സ് ഉള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EMF ഉണ്ട്, ഇതിൻ്റെ ഒരു ഫോഴ്സിലാണല്ലോ ഈ സാധനം നടക്കുന്നത്. ഇതിനെന്ത് നടക്കുന്നുണ്ട്? 2 ആംപിയർ കറണ്ട് ഉണ്ട്. എത്ര നേരത്തേക്കുണ്ട്? 6 മിനിറ്റ്സിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നുണ്ടാവും. 6 മിനിറ്റ്സിലേക്ക് 2 ആംപിയർ കറണ്ട് ഇതിനകത്തേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് EMF? ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ EMFിൻ്റെ തിയറി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ യു വിൽ ബി ആൻസറിങ് ദാറ്റ് തിങ്. വാട്ട് ഈസ് EMF മക്കളെ? പെട്ടെന്ന് പറഞ്ഞോ. EMF എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നാണ് പറയുന്നുണ്ടാവുക. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂളംബ് ചാർജ്, കേട്ടോ, ഒരു കൂളംബ് ചാർജ് അതിൻ്റെ ഉള്ളിൽ കൂടി ഓടിക്കാൻ വേണ്ടിയിട്ട് എത്ര എനർജി സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് EMFിൻ്റെ ഡെഫിനേഷനായിട്ട് വരുന്നത്. സോ ബേസിക്കലി EMFിനെ നമുക്ക് വോൾട്ടിലാണ് നമ്മൾ പറയാറ്, പക്ഷേ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ജൂൾ പെർ കൂളംബാണ്. അതായത് ഓരോ കൂളംബ് ചാർജിനെയും ഇതിലെ കൂടി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ജൂൾ ചിലവാക്കി എന്നുള്ളതാണ് ഈ സാധനം. ഇത് കിട്ടണമെങ്കിൽ ഒരു വഴിയുള്ളൂ. എന്താ വഴിയെന്ന് അറിയോ? NCERT വായിക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് ദ ഓൺലി വേ. പക്ഷേ അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ക്ലാസ്സിലും ഡോപ്പയുടെ ക്ലാസ് റൂമിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ്. സോ ഇതേപോലത്തെ സാധനങ്ങൾ നമ്മൾ നോക്കി വയ്ക്കുക. സോ വാട്ട് ഈസ് EMF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂളംബ് ചാർജിനെ വെക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലേ, ഇവിടെ എന്താ തന്നിട്ടുള്ളത്? കറണ്ട് തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ T തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം അല്ലേ, I ഈസ് ഈക്വൽ ടു Q/T എന്നുള്ളതാണ് ഇക്വേഷൻ ഉണ്ടാവുക. സോ നമുക്ക് ചാർജ് കണ്ടുപിടിക്കാൻ പറ്റും കൂളംബിൽ. എങ്ങനെ കണ്ടുപിടിക്കുക? Q ഈസ് ഈക്വൽ ടു I ഇൻറ്റു T ചെയ്താൽ മതി, ഉറപ്പല്ലേ? ആൻഡ് ജൂൾ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. സോ ഇവിടെ EMF ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി സ്പെൻഡ് ആണല്ലോ അല്ലേ? എനർജി ഡിവൈഡഡ് ബൈ ചാർജ് എന്നുള്ളതാണ് വരുന്നുണ്ടാവുക. സോ എനർജി എത്രയാണെന്നുള്ളത്? 1000 ജൂൾ, ഉറപ്പാണ്. നമുക്ക് എനർജി തന്നിട്ടുണ്ട് 1000 ജൂൾ തന്നിട്ടുണ്ട്. 1000 ഡിവൈഡഡ് ബൈ എന്താ തന്നിട്ടുള്ളത്? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ I ഇൻറ്റു T. I എത്രയായിരുന്നു? 2 ആംപിയർ ആണ്. ഇൻറ്റു T തന്നിട്ടുള്ളത് മിനിറ്റ്സിലാണ്. അപ്പോൾ ആ ടീനെ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു സെക്കൻഡ്സ്. അതുകൊണ്ട് 66 മിനിറ്റ്സ് ഇൻറ്റു 60 സെക്കൻഡ്സ് അങ്ങനെയല്ലേ വരുന്നുണ്ടാവുക. 6 മിനിറ്റ്സ് ഇൻറ്റു 60 സെക്കൻഡ്സാണ് വരുന്നുണ്ടാവുക. സോ യു ഹാവ് ടു സോൾവ് ദിസ് തിങ്. ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നുണ്ടാവുക മക്കളെ? എളുപ്പമല്ലേ? ഈ 2 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് വാട്ട്? എന്താ കിട്ടുന്നുണ്ടാവും? 5 എന്ന് കിട്ടുന്നുണ്ടാവും. 5 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 6 എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ എത്ര ആൻസർ വരുന്നുണ്ടാവും? 5 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 6 കുടുങ്ങിയോ? സോറി 50 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 6 എന്നാണ് വരുന്നുണ്ടാവുക. 50 ഡിവൈഡ് ബൈ 6 ഇൻറ്റു 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് അറിയാൻ പറ്റും. ഇത് ഓൾമോസ്റ്റ് 1.38 ആയിരിക്കും ആൻസർ വരുന്നുണ്ടാവുക. കിട്ടിയല്ലോ അല്ലേ? വെരി ഗുഡ് നിഹാസ് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ആൻ EMF. EMFിൻ്റെ ഒരു തിയററ്റിക്കൽ ഡെഫിനേഷൻ അറിയാം. തിയറിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ചാർജിനെ ഒരു ബാറ്ററി അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എനർജി എത്ര എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? 2 ആംപിയർ കറണ്ട് 6 മിനിറ്റിലേക്ക്. അപ്പോൾ മൊത്തം എത്ര ചാർജ് അതിലേക്ക് കടത്തി വിട്ടു നോക്കുക. അതിന് മൊത്തമായിട്ട് എത്ര എനർജി എടുത്തു നോക്കുക. അപ്പോൾ ടോട്ടൽ എനർജി ഡിവൈഡഡ് ബൈ ടോട്ടൽ ചാർജസ് പാസ്ഡ്, ദാറ്റ് വിൽ ബി ദ EMF ഓഫ് ദ സെൽ. കിട്ടിയോ? റെഡി ആണല്ലോ അല്ലേ? സോ അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ ഒരു തട്ടിപ്പാ. ക്വസ്റ്റ്യൻ തന്നെ ഒരു തട്ടിപ്പാ. അവിടെ കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. അത് അവർ പറയുന്നുണ്ട് ഇതൊരു പൊട്ടൻഷ്യോമീറ്ററാന്ന് പറയുന്നുണ്ട്. കാണുമ്പോൾ തന്നെ തല ഇറങ്ങി വീഴും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ സാധനത്തിനും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ കാണണം. പൊട്ടൻഷ്യോമീറ്റർ എനിക്ക് അറിയില്ല സാറേ എന്ന് പറയേണ്ട, അതല്ല ക്വസ്റ്റ്യൻ, അതാണ് പ്രശ്നം. ദ വയർ ഓഫ് ലെങ്ത് ഈസ് 4 മീറ്റർ. വയറിൻ്റെ ലെങ്ത് 4 മീറ്റർ ആണ്. റെസിസ്റ്റൻസ് 10 ohm ആണ്. കണക്റ്റഡ് ടു എ സെൽ ഓഫ് EMF 2 volt ആണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ വയർ വിൽ ബി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത്. ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കട്ടെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഓപ്ഷൻ നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ ദാറ്റ് തിങ് ഇറ്റ് ഈസ് V/M. V എന്ന് പറഞ്ഞാൽ വോൾട്ട് പെർ മീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ
എളുപ്പമാണ്, വോൾട്ട് പെർ മീറ്റർ കണ്ടുപിടിച്ചാൽ മതി. അതിന് നമുക്കറിയാം വോൾട്ടിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് 2 ആണെന്നുള്ളത്, 2 മീറ്ററിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് 4 ആണെന്നുള്ളത് ആണല്ലോ അല്ലേ. 2 വോൾട്ട് പെർ 4 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 0.5 വോൾട്ട് പെർ മീറ്റർ എന്ന ഉത്തരം വരുന്നുണ്ടാവുക. ഇത് ഭയങ്കര സിമ്പിൾ. എനിക്ക് തോന്നുന്നത് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൻ്റെ ഐഡിയ വെച്ചിട്ടാണ് ഈ സാധനം ചെയ്യുന്നുണ്ടാവാൻ തോന്നുന്നുണ്ട്. സോ ഓരോ മീറ്ററിൽ, അതായത് ഒരു വയറുണ്ട്, ആ ഒരു വയറിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 4 മീറ്റർ ലെങ്ത് ഉള്ള ഒരു വയറാണ് ഈ സാധനം. ഈ 4 മീറ്റർ ലെങ്ത് ഉള്ള വയറിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് വരുന്നത് 10 ഓം ആണ്. ആയിക്കോട്ടെ, അതിനിപ്പോൾ നമുക്ക് എന്താ 10 ഓം ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ അക്രോസ് മൊത്തം 2 വോൾട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ അക്രോസ് 2 വോൾട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 4 മീറ്ററിൽ 2 വോൾട്ട് ഉണ്ടെങ്കിൽ 1 മീറ്ററിൽ എത്ര വോൾട്ട് ഉണ്ടാവും? അതാണ് ക്വസ്റ്റ്യൻ. 0.5 വോൾട്ട്. വളരെ സിമ്പിൾ ആണല്ലോ അല്ലേ. റിഫ തെറ്റിച്ചല്ലേ? റിഫ ഭയങ്കര സ്ട്രോങ്ലി ചെയ്തുകൊണ്ടിരുന്ന, പക്ഷേ റിഫ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച്. സാരല്ല റിഫ, നമുക്ക് അടുത്തതിൽ ശരിയാക്കാം. റിഫ അത് തെറ്റിച്ചത് ആ ഒരു സാധനം ഇങ്ങനെ ആരും കാണാതിരിക്കാൻ വേണ്ടി അപ്പം തന്നെ ഇത് മാക്കുകയും ചെയ്തു. റിഫ ഉഷാറായിട്ട് ചെയ്യട്ടോ, സ്ട്രോങ് ആയിട്ട് ചെയ്യുക, അടിപൊളിയായിട്ട് ചെയ്തു പോകും, നമുക്ക് ഉഷാറായിട്ട് സാധനങ്ങൾ പോകാം. ഓക്കെ ആണല്ലോ അല്ലേ. സോ അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നു, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. സോ വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടി പറയാം. ഞാൻ കുറച്ച് നേരം മുന്നേ നിങ്ങൾക്ക് മീറ്റർ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഇതുപോലെ തന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ കാര്യം പറഞ്ഞുതരാം. സോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കേട്ടോ. എന്താ ബ്രിഡ്ജ്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. വീറ്റ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, സ്റ്റോൺ എന്ന് പറഞ്ഞാൽ കല്ല്, ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ പാലം. ഗോതമ്പ്, കല്ല്, പാലം. ഓക്കെ, കിട്ടുന്നുണ്ടോ? സോ എഴുതാനും എളുപ്പമാണ്. അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ വീറ്റ്, സ്റ്റോണ്, ഗോതമ്പ്, കല്ല്, പാലം, ബ്രിഡ്ജ്. ഓക്കെ, കമോൺ. ഗോതമ്പ്, കല്ല്, പാലം, ഗോതമ്പ്, കല്ല്, പാലം, ഗോതമ്പ്, കല്ല്, പാലം. കിട്ടിയോ? സാധനം ഓക്കെ ആണല്ലോ അല്ലേ. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ സംഗതി എന്താണെന്ന് വെച്ചാൽ, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് സർക്യൂട്ട് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിക്കോ, സർക്യൂട്ട് വിൽ ബി ലുക്കിംഗ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു റെസിസ്റ്റർ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു റെസിസ്റ്റർ, അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നുണ്ടാവുക, ഇങ്ങനെ ഒരു റെസിസ്റ്റർ, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു റെസിസ്റ്റർ. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഏറ്റവും സിമ്പിൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആട്ടോ ഞാൻ വരയ്ക്കുന്നത്. എന്നിട്ട് ദിസ് വിൽ ബി കണക്റ്റഡ് ടു ഒരു EMF, ഇതൊരു വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഉറപ്പാണല്ലോ അല്ലേ. ആൻഡ് ഇവിടുത്തെ ഒരു കോംപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ദിസ് വിൽ ബി ഹാവിങ് ഇങ്ങനെ ഒരു റെസിസ്റ്റർ കൂടി ഇവിടെ ഉണ്ടാവും. എന്നിട്ട് അവർ നിങ്ങളോട് ചോദിക്കും വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചോദിക്കും. ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കും. നിങ്ങൾ തല കറങ്ങിപ്പോവും, കൺഫ്യൂഷൻ അടിച്ച് പോവും, മടുത്ത് പോവും, കട്ടില്ലാണ്ട് പോയി പോവും. അല്ലെങ്കിൽ അവർ ചോദിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടി പോണ കറണ്ട് എത്രയാണ്, ഓരോന്നിൻ്റെ ഉള്ളിലെ വോൾട്ടേജ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കറക്കും. അപ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് എങ്ങനെയാണ് നോക്കുക, എന്താ സംഭവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡയറക്റ്റ്ലി അതിൻ്റെ ആപ്ലിക്കേഷനോ അത് എങ്ങനെ വന്നു എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് തിയറി ക്ലാസ്സിൽ പോവാം. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിപ്പോൾ ഞാനും പറയുകയാണേ, ഇതിൻ്റെ വാല്യൂ 1 ഓം ആണ്, ഇതിൻ്റെ വാല്യൂ 5 ഓം ആണ്, ഇതിൻ്റെ വാല്യൂ 5 ഓം ആണ്, ഇതിൻ്റെ വാല്യൂ 25 ഓം ആണ്. വിചാരിച്ചോക്കെ, വെറുതെ വിചാരിച്ചു നോക്ക് കേട്ടോ. ആൻഡ് ഇതിൻ്റെ വാല്യൂ ഒരു 6 ഓം ആണ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ വാല്യൂസ്. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? സോ ദിസ് ഈസ് എ സിമ്പിൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ ഈ സാധനം നിങ്ങൾ സോൾവ് ചെയ്യാൻ നേരത്തിട്ട് നിങ്ങൾ ഇതുപോലെ സർക്യൂട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ നേരത്തിൽ നിങ്ങൾക്ക് ഒരു രക്ഷ ഉണ്ടാവില്ല. ഈ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണോ നോക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ദിസ് ഈസ് ദ R1 ആണല്ലോ അല്ലേ, ദിസ് ഈസ് ദ R2, ദിസ് ഈസ് ദ R3, ദിസ് ഈസ് ദ R4. ഇങ്ങനെ നോക്കുക, 4 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ R1:R2, അതായത് ഈ R1ഉം R2 തമ്മിലുള്ള റിലേഷൻ എത്രയാണ്? R1ഉം R2 റിലേഷൻ 1:5 ആണ്, ആണല്ലോ അല്ലേ. 1:5 ആണ് R1:R2 എന്ന് പറയുന്ന സാധനം. ഇത് തന്നെയാണോ താഴെയുള്ള റിലേഷൻ നോക്കുക, അത്രേ ഉള്ളൂ. ഇത് എത്രയാണ്? ഇത് 5:25 ആണ്. ദിസ് ഈസ് ഓൾസോ 1:5 ആണ് അല്ലേ. ആലോചിച്ച് നോക്കിയേ. അപ്പോൾ R3:R4 1:5 ആണ്. അങ്ങനെ ആണെങ്കിൽ നമ്മളിവിടെ പറയുന്നത് ഈ നടുവിലിരിക്കുന്ന ഈ സാധനം ഇല്ലേ, ഈ സാധനം ഇതിവിടെ ഉണ്ടാവില്ല, അത് ഇൻഎഫക്റ്റീവ് ആയിരിക്കും, നമ്മളിത് കൺസിഡർ ചെയ്യണ്ട എന്നുള്ളതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പറയുന്ന സാധനം. ബേസിക്കലി മനസ്സിലാക്കുക. സോ ഇവിടെ നോക്കിക്കോ, R1/R2 ഇത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതായത് നമുക്ക് ഈ രണ്ട് റെസിസ്റ്റൻസ് നോക്ക്, ഞാനിപ്പോൾ പച്ചയിൽ വരച്ച് കാണിച്ചാൽ വേറെ കളറിൽ വരച്ച് കാണിച്ചാൽ ഇത് നോക്ക്, ഈ 1 ഇത് 5, ഇത് 1:5 റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഈ 5ഉം ഈ 25ഉം ഇതും 1:5 റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നടുവിൽ വരുന്ന ഈ റെസിസ്റ്ററിനില്ലേ, ഈ റെസിസ്റ്റർ വർക്ക് ആവില്ല എന്നുള്ളതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പ്രിൻസിപ്പിൾ പറയുന്ന സാധനം. ഇത് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റൻസ് സോൾവ് ചെയ്യാനുണ്ടാവും. ഇത് വെച്ചിട്ടാണ് നമ്മുടെ മീറ്റർ ബ്രിഡ്ജിൻ്റെ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് വാട്ട് ഈസ് ഒക്കറിങ്. കിട്ടണുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ പറയുന്നത് R1/R2 ഈസ് ഈക്വൽ ടു R3/R4 എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ വരുന്നുണ്ടാവുക. ഇത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കുകൾ അവിടെ ഉണ്ട്, ബട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട്. കിട്ടുന്നുണ്ടല്ലോ അല്ലേ. സോ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ വിൽ ഷോ യു. ഇത് വെച്ചിട്ട് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ആരാ പറഞ്ഞുതരാം? ഐ വിൽ ഡ്രോ അനദർ സർക്യൂട്ട്. ഓക്കെ, വേറൊരു സർക്യൂട്ട് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇത് നിങ്ങൾ സോൾവ് ചെയ്യണേ. ഇതിനകത്ത് 3, 9, 3, 9, 4, 12. ഓക്കെ, ആൻഡ് ഇവിടെ 8, ആൻഡ് ഇവിടെ A, ഇവിടെ B. ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബ്ലം?
സോ വാട്ട് ഈസ് ദിസ് തിങ്? ഇത് നോക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം മുന്നേ വരച്ച അതേ സർക്യൂട്ട് തന്നെയാണ് ഈ സാധനം. നിങ്ങൾ ഇവിടെ കണ്ടു നോക്ക്, ഇവിടെ നോക്ക്, ഇത് എത്രയാണ് വരുന്നത്? ഇത് 3:4 റേഷ്യോ, അല്ലെങ്കിൽ ഇത് നോക്ക്, ഇത് 3ഉം ഇത് 9ഉം. സോ ദിസ് ഈസ് 1, ദിസ് ഈസ് 3, 1:3 എന്നുള്ള റേഷ്യോയിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ്? ഇത് 1, ഇത് 3 അല്ലേ? നോക്കിയേ, 1:3 എന്നുള്ള റേഷ്യോ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന 8 എന്ന് പറഞ്ഞ റെസിസ്റ്റർ എന്ത് ഉണ്ടാവില്ല, ഇവിടെ എഫക്റ്റീവ് ആവുണ്ടാവില്ല. അപ്പോൾ ഇത് ഫൈനലി ഈ സാധനം എങ്ങനെ വരും? ദിസ് വിൽ ബി ലുക്കിംഗ് ലൈക്ക് 3 പാരലൽ ടു 9, അല്ല സീരീസ് ടു 9, ദാറ്റ് വിൽ ബി ഓൾ പാരലൽ ടു 4, ഇറ്റ് വിൽ ബി സീരീസ് ടു 12. അങ്ങനെയല്ലേ വരാം? 3ഉം 9ഉം എന്താ വരുന്നുണ്ടാവുക? സീരീസും 4ഉം 12ഉം പാരലൽ എന്നുള്ള രൂപത്തിലേക്ക് വരും. സോ ദിസ് ഈസ് ഇറ്റ്. ഇതിങ്ങനെ എടുക്കാൻ വേണ്ടി പറ്റും. വൈ? ബിക്കോസ് ഇത് രണ്ടും ഇതിൻ്റെയൊക്കെ റേഷ്യോ സമയം. ഇതൊക്കെ ഇത് 3:4 എന്നുള്ളതാണ് ഇതിൻ്റെ റേഷ്യോ. ഇതിൻ്റെ റേഷ്യോയും 3:4 തന്നെയാണ് അതിൻ്റെ റേഷ്യോ വരുന്നുണ്ടാവുക. സോ ഈ റേഷ്യോസ് ഒരേ സ്ഥലത്ത് ഈക്വൽ ആണെങ്കിൽ സോ ദാറ്റ് ഈസ് എ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. ഉറപ്പാണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഐഡിയ മനസ്സിലാവുന്നുണ്ടോ? ഇത് എന്താ സാധനം എന്നുള്ള കാര്യം? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനി ഇതുപോലത്തെ വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നിങ്ങളെ കുറച്ചും കൂടി കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇട്ട് കാണിച്ചു തരാം. സോ ഇതിനാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് പഠിച്ചു വെക്കുന്നത് കേട്ടോ. സോ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ടക്ക് 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 നല്ല രസമാണ് ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കിക്കോ, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇതൊക്കെ ഇത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യനാണ്. സോ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻ പിടിച്ചോ. ഈ ക്വസ്റ്റ്യൻ ടക്ക് 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 ഇത് 139. ഓക്കെ, ഇത് 412 എത്ര വരണം? 36. ആൻഡ് ഇതിൻ്റെ വാല്യൂ 10, ഇതിൻ്റെ വാല്യൂ 12. സോ വാട്ട് ഈസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദി സർക്യൂട്ട്? ഈ വാല്യൂവിൻ്റെ ടോട്ടൽ, ഈ സർക്യൂട്ടിൻ്റെ ടോട്ടൽ വാല്യൂ എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കൂലേ? കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുന്ന സമയത്ത് യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇവിടെ എന്താ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊക്കെ ഇത് 1:3:9 എന്നുള്ളതാണ് ഇതിൻ്റെ റേഷ്യോ. 1:3:9 എന്നുള്ളതാണ് ഇതിൻ്റെ റേഷ്യോ. ഇതിൻ്റെ റേഷ്യോ നോക്കിയാൽ 1:3:9 എന്നുള്ളതാണ് റേഷ്യോ. ഇവിടെ നോക്ക്, ഇത് 1:4 ആണ്, ഇതും 1:4 ആണ്, ഇതൊക്കെ 1:4 ആണ്, ഇതും 1:4 ആണ്, ഇതും 1:4 ആണ്. സോ വാട്ട് ഈസ് ദാറ്റ്? ദിസ് ഈസ് എ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. അപ്പോൾ ഇത് വർക്കൗട്ട് ആവില്ല, ഇതും വർക്കൗട്ട് ആവില്ല. അപ്പോൾ നോക്ക്, 1ഉം 3ഉം 9ഉം സീരീസും 4ഉം 12ഉം 36ഉം സീരീസ്, ഇത് രണ്ടും കൂടി പാരലൽ. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതിങ്ങനെയാണ് കണ്ടുപിടിച്ച് പോവുക സാധനങ്ങൾ. കിട്ടുന്നുണ്ടോ മക്കളെ? റെഡി ആവാനുണ്ടോ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണേ. സോ ദിസ് ഈസ് ഇറ്റ്. സോ ഇവിടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വിൽ ബി ഹാവിങ് 4 ആംസ്. എങ്ങനെ വേണമെങ്കിലും പറയാൻ പറ്റും. PQRS 4 ആംസ് ഉണ്ടെങ്കിൽ P/Q വിൽ ബി ഈക്വൽ ടു R/S. ഇത് എങ്ങനെ വേണമെങ്കിലും തിരിച്ച് മറിച്ച് വിടാൻ പറ്റും. ദിസ് റേഷ്യോ വിൽ ബി ഈക്വൽ. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് വാട്ട്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ഗോതമ്പ് കല്ല് പാലം കിട്ടിയോ? ഗോതമ്പ് കല്ല് പാലം കിട്ടിയോ? റെഡിയാണല്ലോ അല്ലേ? കൺഫ്യൂഷൻസോ സാധനങ്ങളൊന്നും വേണ്ട. സോ നോക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ റെസിസ്റ്റൻസ് ഓഫ് 4 ആംസ് P, Q, R and S in a Wheatstone's bridge are 10, 13, 13 and 19 respectively. The EMF and internal resistance of the cell are 7 volt and 5 volt respectively. The galvanometer resistance is 15 ohm. Then the current drawn from the cell will be. ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് വരയ്ക്കുന്ന സമയത്ത് യു ഹൗ ടു ഡ്രോ എന്താ വരയ്ക്കേണ്ടത്? ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വരയ്ക്കണം. PQRS വെച്ചിട്ടുള്ള ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വരയ്ക്കണം. എങ്ങനെ വരയ്ക്കുന്നുണ്ടാവുക നമുക്കറിയാം അല്ലേ? സോ ഇതാണ് P, ഇതാണ് Q ആണല്ലോ അല്ലേ? ആൻഡ് ഇപ്പുറത്തേക്ക് വരയ്ക്കുക. സോ ദിസ് ഈസ് വാട്ട് R ആണോ? ദിസ് ഈസ് വാട്ട് S ആണല്ലോ? PQRS എന്നുള്ള സാധനങ്ങൾ വരച്ചു. ഉറപ്പാണോ? ആൻഡ് ദർ ഇസ് എ EMF ബാറ്ററി ഈസ് കണക്റ്റഡ്. കിട്ടിയോ? ഈ ബാറ്ററിക്ക് എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? ഇവിടെ ബാറ്ററിൻ്റെ റെസിസ്റ്റൻസ് 5 ohm എന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ohm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെത് 7 volt എന്ന് പറഞ്ഞിട്ടുണ്ട്. കിട്ടാനുണ്ടോ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കി. 7 volt എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് PQRSൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. 10 തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട്, അടുത്ത 30 തന്നിട്ടുണ്ട്, അടുത്ത 90 തന്നിട്ടുണ്ട്. ആൻഡ് അവർ പറയാണ് ഇതിനകത്തൊരു ഗാൽവനോമീറ്റർ ഉണ്ട്. ഗാൽവനോമീറ്റർ ഇങ്ങനെ കണക്ട് ചെയ്യാല്ലേ? ഇവിടെ ഗാൽവനോമീറ്റർ ഉണ്ട്. ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 50 ohm ആണ്. ഇപ്പോൾ ഗാൽവനോമീറ്റർ എന്തുണ്ട്? ഒരു 50 ohm റെസിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് നിന്ന് കറണ്ട് റെസിസ്റ്റ് ചെയ്ത് എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാധനം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്ത് വേണം? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ പറ്റിയിട്ടൊരു ഐഡിയ വേണം എന്നുള്ളതാണ് സാധനം. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, വാട്ട് വിൽ യു ഗെറ്റ്? യു വിൽ ബി ഗെറ്റിംഗ് ഐഡിയ ദാറ്റ് ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നുണ്ടാവുക? പറഞ്ഞോടാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താ? ഇത് 1:3, ഇതും 1:3 ആണ്. സോ വാട്ട്? ഈ നടുവിലുള്ള ഈ സാധനം വർക്കിംഗ് അല്ല. ദിസ് ഈസ് നോട്ട് വർക്കിംഗ്. സോ വളരെ സിമ്പിളാണ്. ഈ സർക്യൂട്ട് വിൽ ബിക്കം ഇങ്ങനെ ഡയറക്ട്ലി ഇത് സിംപ്ലിഫൈഡ് ആവും. ഈ 10ഉം ഈ 30ഉം എന്താണ്? സീരീസിലാണ്. സോ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബിക്കം എത്ര വരുന്നുണ്ടാവും? 40 വരുന്നുണ്ടാവും. ആൻഡ് ഇവിടെ താഴേക്ക് വരുന്ന സമയത്ത് ഈ 30ഉം ഈ 90ഉം സീരീസിലാണ്. സോ ദാറ്റ് വിൽ ബിക്കം 120 വരുന്നുണ്ടാവും. 30 + 90 120 വരുന്നുണ്ടാവും. ദാറ്റ് വിൽ ബി കണക്റ്റഡ് ടു എ സെൽ വിച്ച് ഈസ് ഹാവിങ് എ പൊട്ടൻഷ്യൽ ഓഫ് 7 volt ആൻഡ് ഇന്റർണൽ റെസിസ്റ്റൻസ് ഓഫ് 5 ohm. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കറണ്ട് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ അല്ലേ മക്കളെ? ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ
അപ്പോൾ ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, R1 × R2 40 × 120 ഡിവൈഡഡ് ബൈ R1 + R2 120 + 40 ദാറ്റ് ഈസ് 160 ദാറ്റ് വിൽ ബി ഈക്വൽ ടു എത്ര വരുന്നുണ്ടാവും 40, ഇതെങ്ങനെ വരുന്നുണ്ടാവും 30. ഇപ്പോൾ ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ 30 Ω ആണ് ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് വരുന്നുണ്ടാവുക ഇവിടുത്തെ സാധനം. ആൻഡ് ഇവിടുത്തെ റെസിസ്റ്റൻസ് 5 Ω ആണ് വരുന്നുണ്ടാവുക. ആണോ അല്ലയോ? വളരെ സിമ്പിൾ അല്ലേ, ആലോചിച്ച് നോക്കിയാൽ 5 Ω ആണ് വരുന്നുണ്ടാവുക. സോ ഇതിനകത്ത് കറണ്ട് വരുന്ന സാധനം വെച്ചാൽ I വിൽ ബി ഈക്വൽ ടു എത്ര വരുന്നുണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ്, ഈ 30 ഈ 5 സീരീസ് ആയിരിക്കും, 35 ഡിവൈഡഡ് ബൈ 35 അല്ല 7 ഡിവൈഡഡ് ബൈ വോൾട്ട് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ആണല്ലോ അല്ലേ 35, 7 ഡിവൈഡഡ് ബൈ 35 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/5 എന്നാണ് ഉത്തരം വരുന്നുണ്ടാവുക. ആൻസർ വിൽ ബി 0.2 ആംപിയർ എന്നാണ് ഉത്തരം വരുന്നുണ്ടാവുക. കിട്ടുമെന്ന് ആലോചിച്ച് നോക്കി. റെഡിയാണോ? കിട്ടുന്നുണ്ടോ? ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കി. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാടാ, നിങ്ങളൊന്ന് ചോദിച്ചേ, അത് പറഞ്ഞേ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലായെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഇതുപോലത്തെ കോംപ്ലക്സ് സർക്യൂട്ടുകൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് തല ഇറങ്ങുക എന്നുള്ളത് നോർമലാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കോംപ്ലക്സ് സർക്യൂട്ട്സ് ഗിവൺ ടു യു പീപ്പിൾ ആർ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജസ്. അപ്പോൾ ഈ ഒരു സാധനം അറിയാമെങ്കിൽ യു ക്യാൻ സോൾവ് ദാറ്റ് തിങ്. റിഫ ഉത്തരം മനസ്സിലാവുന്നുണ്ടോ? ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇതെന്താ സാധനം എന്ന് മനസ്സിലാവുന്നുണ്ടോ? സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കണം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ആൻസറിങ് ദാറ്റ് തിങ്. കിട്ടാനുണ്ടോ നോക്കി, റെഡി ആണോ നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻസോ സാധനങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളെ എന്താ പറയുക, നിങ്ങൾ അവിടെ എന്താ കുറേ സ്മൈലിങ് സാധനങ്ങളൊക്കെ ഉണ്ട്, ഒരു 4 സ്മൈൽ ഇട്ട് തന്നെ നിങ്ങൾക്ക് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെ ഒരു മനുഷ്യനില്ല ഇതൊന്നും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. പോട്ടെ, അടുത്ത ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ. എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഹാവിംഗ് ദ വെലോസിറ്റി, പെട്ടെന്ന് ആയിക്കോട്ടെ, ഹാവിംഗ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി, വെറും വെലോസിറ്റി അല്ല, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VD ആണല്ലോ അല്ലേ. VD കിട്ടാനുണ്ടോ മക്കളെ? പറഞ്ഞേടാ, എടാ പറയേ. ആരും ഒന്നും പറയുന്നില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. സോ ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുക, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുക. ആൻഡ് നിങ്ങൾ ഒരു സാധനം പറയാണ്ടിരിക്കുക, നിങ്ങൾക്കൊരു പ്രോത്സാഹനം തരാണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മൾ കാര്യമായിട്ട് നിങ്ങൾക്ക് ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, കട്ട പ്രോത്സാഹനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൂടെ തന്നെ ഉണ്ടാവണം. സോ ഇവിടെ VD വെലോസിറ്റി എന്നിട്ടുള്ളത് എന്താണെന്നുള്ളത് 7.5 × 10⁻⁻⁴ മീറ്റർ/സെക്കൻഡ്. അതാണ് അതിൻ്റെ വെലോസിറ്റി വന്നിട്ടുള്ളത്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഓഫ് 3 × 10⁻10 volt/meter has the mobility in meter²/volt/second. ഒരൊറ്റ സിമ്പിൾ സാധനമാണ്. ഈ ക്വസ്റ്റ്യൻ എത്രത്തോളം കടുപ്പുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ദിസ് ക്വസ്റ്റ്യൻ ഇസ് എ ഫുൾ ക്വസ്റ്റ്യൻ, മണ്ടൻ ക്വസ്റ്റ്യൻ ആണ്. വൈ ഇറ്റ് ഈസ് എ ഫുൾ ക്വസ്റ്റ്യൻ? മക്കളെ ഇവിടെ പറ, ഇവരിവിടെ നമുക്ക് തന്നിട്ടുണ്ട് എന്തിനാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. എനിക്കറിയില്ല, സപ്പോസ് നിങ്ങളല്ലേ നിങ്ങൾക്ക് മൊബിലിറ്റി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കേട്ടിട്ടില്ല. ആക്ച്വലി മൊബിലിറ്റി മ്യൂ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, നിങ്ങൾക്ക് അറിയില്ല എന്താ മൊബിലിറ്റി എന്ന് വിചാരിച്ചോ. പക്ഷേ ഇവിടെ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ മൊബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് meter²/volt/second, അതായത് meter² ഡിവൈഡഡ് ബൈ volt/second നമുക്ക് എന്ത് കിട്ടണം, ആൻസർ കിട്ടണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും, ഇവിടെ ഒരു മീറ്റർ ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്, വോൾട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മീറ്ററിനെ വോൾട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ, ആലോചിച്ച് നോക്കിക്കഴിഞ്ഞ്. സോ ഈ യൂണിറ്റ് മാത്രം കണ്ടാൽ നമുക്ക് പഠിക്കാമല്ലോ. മൊബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന വെലോസിറ്റീനെ, ഏത് വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റീനെ അവിടെ തന്നിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിനെയാണ് നമ്മൾ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇത് നമുക്ക് അറിയണം എന്നില്ല, കാരണം എന്താ വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, അതിനുള്ള എല്ലാ ക്ലൂവും തന്നിട്ടുണ്ട്. ഭയങ്കര കൂളായിട്ട് നമുക്ക് ആ സാധനം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ് ഉണ്ടാവുക. സോ ഇതെന്താ ചെയ്യുന്നുണ്ടാവുക, അവിടുത്തെ വെലോസിറ്റി എത്ര തന്നിട്ടുള്ളത് എല്ലാം SI യൂണിറ്റിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. 7.5 × 10⁻⁴ ഡിവൈഡഡ് ബൈ എത്രയാണ് മക്കളെ, 3 × 10⁻⁻10. അപ്പോൾ ഈ 10⁻⁻10 മേളിലേക്ക് പോയി കഴിഞ്ഞാൽ ദിസ് വിൽ ബി ടോട്ടൽ 10⁻⁶ ആയി മാറുന്നുണ്ടാവും അല്ലേ. 7.5 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 2.5. ദാറ്റ് വിൽ ബി ആൻസർ വിൽ ബി 2.5 × 10⁻⁶ എന്നാണ് ഉത്തരം വരുന്നുണ്ടാവുക. യൂണിറ്റ് ഇത് അവിടെ തന്നിട്ടുണ്ട്. സോ വളരെ സിമ്പിളായിട്ട് ഉത്തരം കുത്താൻ പറ്റും. സോ ഇത് തന്നെ പറയാം, എല്ലാ സാധനത്തിനും നമുക്ക് അറിയണം എന്നൊന്നുമില്ല. നമുക്ക് കുറച്ചൊരു കോമൺ സെൻസും ലോജിക്കും. ചില ആൾക്കാരുണ്ട് ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടിട്ട് അങ്ങ് പോകും, അത് നോക്കുക പോലും ഇല്ല. അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ നീറ്റിൻ്റെ ഉള്ളിൽ കുറേ മണ്ടൻ ക്വസ്റ്റ്യൻ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ മണ്ടൻ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫുൾ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിച്ചാൽ തന്നെ നമുക്ക് തീരുന്ന ക്വസ്റ്റ്യനാണ് സാധനം ചെയ്തെടുക്കണം. ദ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻ ഫോർ റെസിസ്റ്റൻസ് ഫോർ, പെട്ടെന്ന് പറഞ്ഞോ. നമുക്കറിയാം അല്ലേ, ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂട്ടിയെടുക്കാൻ പറ്റുന്ന ആൾക്കാർ ആരായിരിക്കും? ദേ ആർ മെറ്റൽസ്, അല്ലെങ്കിൽ ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ്. ഇതിനകത്ത് ഏറ്റവും നല്ല കണ്ടക്ടർ ആയിട്ടുള്ള ഒരാൾ ദാറ്റ് ഈസ് കോപ്പർ. ഡെഫിനറ്റ്ലി നോക്കുക, ഉത്തരം അതാണ് വരുന്നുണ്ടാവുക. 17ാം സ്ഥാനം, എ കോപ്പർ വയർ ആസ് എ സ്ക്വയർ ക്രോസ് സെക്ഷൻ. ഒരു സ്ക്വയർ ക്രോസ് സെക്ഷൻ ആണ്, ചതുരത്തിലുള്ള ഒരു കോപ്പർ വയറാണ് നമ്മുടെ കയ്യിലുള്ള സാധനം. അതിൻ്റെ ഒരു സൈഡ് 2 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 2 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 × 10⁻³ മീറ്റർ. അത് ഓർത്തിരിക്കണേ, മില്ലിമീറ്റർ വെച്ച് കണക്ക് ചെയ്താൽ തെറ്റിപ്പോവും. അത് നമുക്കറിയാൻ പറ്റും. ആൻഡ് ക്യാരീസ് എ കറണ്ട് ഓഫ് 8 ആംപിയർ. അപ്പോൾ I തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് ഒരു സൈഡ് ലെങ്ത്ത് തന്നിട്ടുണ്ട്, കറണ്ട് I തന്നിട്ടുണ്ട്. കറണ്ട് I എത്രയാണെന്നുള്ളത് 8 ആംപിയർ എന്ന് തന്നിട്ടുള്ളത്. പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദാറ്റ് ഈസ് N എന്ന് പറഞ്ഞ വാല്യൂ ആണ്.
8 into 10 raised to 28 per meter cube എന്നുള്ളത് ഡ്രിഫ്റ്റ് സ്പീഡ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡയറക്റ്റ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും വി ഡി ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ എന്താ പറയുന്നുണ്ടാവും മക്കളെ അതിൻ്റെ ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു അതിൻ്റെ ഏരിയ ഇൻറ്റു ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് അതാണ് ആ വി ഡിൻ്റെ ഇക്വേഷൻ പറയുന്നുണ്ടാവുക സോ ഡ്രിഫ്റ്റ് വെലോസിറ്റിൻ്റെ ഇക്വേഷൻ ആണ് കേട്ടോ ഇത് ടോട്ടൽ ഒരു കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടി ഇലക്ട്രോൺസിന് ഇങ്ങനെ സ്പീഡിൽ പോകുന്ന ആവറേജ് പല ഇലക്ട്രോൺസിന് പല സ്പീഡായിരിക്കും പക്ഷേ എല്ലാ ഇലക്ട്രോൺസിൻ്റെയും കൂടി ആവറേജ് സ്പീഡ് എടുത്താൽ ദാറ്റ് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എങ്ങനെ സോൾവ് ചെയ്യാം മക്കളെ ഐ ഈസ് ഈക്വൽ ടു 8 ഡിവൈഡഡ് ബൈ എത്ര തന്നിട്ടുള്ളത് എന്നുള്ളത് 8 into 10 raised to 28 ഇൻറ്റു തന്നിട്ടുള്ളത് എത്രയാ തന്നിട്ടുള്ള എല്ലാം തന്നിട്ടുള്ളത് അപ്പോൾ എൽ ഇൻറ്റു എൽ ചെയ്താൽ മതി അല്ലേ 2 into 10 raised to minus 3 സ്ക്വയർ എടുക്കണം സോ ദാറ്റ് വിൽ ബി 4 into 10 raised to minus 6 ഇൻറ്റു ഇൻ്റെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം അല്ലേ 1.6 into 10 raised to minus 19 ആണ് വരുന്നുണ്ടാവുക സോ ഇത് മൊത്തത്തിൽ നമുക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 10 raised to minus 19 minus 6 കൂടി minus 25 ആവും ഈ 10 to 8 എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എല്ലാം കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 10 raised to 3 എന്നാണ് വരുന്നുണ്ടാവുക അപ്പോൾ ആൻസർ 8 to 8 ക്യാൻസൽ ചെയ്ത് പോവാം സോ ഫൈനലി യു വിൽ ബി ഗെറ്റിംഗ് 1/4 into 1.6 into 10 raised to 3 താഴെ ദാറ്റ് വിൽ ബി ഇൻറ്റു 10 raised to minus 3 എന്നുള്ള കാര്യം മേളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ദാറ്റ് സോ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും 4 into 1.6 ഉത്തരം വളരെ എളുപ്പമാണ് 16 into 4 6.4 1/6.4 into 10 raised to minus 3 എന്നാണ് ഉത്തരം വരുന്നുണ്ടാവും 1/6.4 എത്ര ഏകദേശം ഉത്തരം വരും 1/6.4 ഏകദേശം 0.15 നമ്മളിവിടെ കാണാൻ പറ്റും അല്ലേ 0.15 വരുന്നത് 10 raised to minus 6 ഒന്നാമത്തെ ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് ആൻസർ കിട്ടുന്നുണ്ടോ മക്കളെ റെഡിയാണോ കൺഫ്യൂഷൻ ഇല്ലോ വെരി ഗുഡ് നിഹാസ് അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് കേട്ടോ സോ 19ാമത്തെ ക്വസ്റ്റ്യൻ 2 റെസിസ്റ്റേഴ്സ് അല്ല 18ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നോക്കിക്കോ 2 റെസിസ്റ്റേഴ്സ് ഓഫ് റെസിസ്റ്റൻസ് R1 and R2 R1 and R2 പറഞ്ഞതിനകത്ത് R1 ആണ് വലുത് R2 ചെറുതാണെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും കൂടി പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടിയത് R എന്ന് പറഞ്ഞ ഒരു ഈക്വലന്റ് റെസിസ്റ്റൻസ് കിട്ടി അതിൻ്റെ കറക്റ്റ് ഓർഡർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം സോ യു നോ ദാറ്റ് തിങ് നമുക്ക് അറിയുന്ന കാര്യമാണ് പാരലൽ ആയിട്ടൊരു സാധനം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് R ചെറുതിനേക്കാൾ ചെറുതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 4ഉം 3ഉം കൂടി പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് വിൽ ബി ലെസ് ദാൻ അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് വിൽ ബി ലെസ് ദാൻ 3 ഇതിനകത്ത് ചെറുതിനേക്കാൾ ചെറുതായിരിക്കും അതിൻ്റെ ഈക്വലന്റ് റെസിസ്റ്റൻസ് വരുന്ന സാധനം ഉണ്ടാവുക എന്നുള്ളവരും അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും R1ഉം R2ഉം കൂടി പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ R1 വലുതും R2 ചെറുതാണെങ്കിൽ R വരുന്നത് ഇതിൻ്റെ താഴെയായിരിക്കും സോ ദിസ് വിൽ ബി ദ ഓർഡർ ഓഫ് ദ അറേഞ്ച്മെൻറ്റ് നമുക്കിത് കിട്ടുമോ നോക്കാം R വിൽ ബി ഗ്രേറ്റർ ദാൻ R1 plus R2 ഇത് തെറ്റാണ് R1 ആണ് ഏറ്റവും ചെറുത് അല്ല R1 വലുതാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് R2 ചെറുതാണ് അല്ല R2നേക്കാളും ചെറുതാണ് R നമുക്കറിയാം R ഈസ് ലെസ് ദാൻ 7 സോ ദാറ്റ് വിൽ ബി ദ ഫോർത്ത് ഓപ്ഷൻ വിൽ ബി ദ റൈറ്റ് ആൻസർ കിട്ടുന്നുണ്ടോ അശ്വിൻ തെറ്റിച്ചു അയ്യോ ഇതെങ്ങനെ അശ്വിനെ തെറ്റിക്കല്ലേ സോ യു നോ ദാറ്റ് തിങ് രണ്ട് റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറുതിനേക്കാൾ ചെറുതായിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ടോ ചെറുതിനേക്കാൾ ചെറുതായിരിക്കും എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ചെയ്ത് നോക്കിക്കോ യു വിൽ ബി ഗെറ്റിംഗ് 1ഉം 2ഉം നമ്മൾ പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ലെസ് ദാൻ 1 ആയിരിക്കും വലുത് 1നേക്കാൾ ചെറുതായിരിക്കും കിട്ടുന്നുണ്ടോ ഇപ്പം അശ്വിൻ ശരിയാക്കി സോ അശ്വിൻ ആദ്യം മറ്റേ ക്വസ്റ്റിന് ഉത്തരം പറഞ്ഞായിരിക്കും 19ാമത്തെ ക്വസ്റ്റ്യൻ അടിപൊളി ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റിന് ഉത്തരം ചെയ്യും ഈ ക്വസ്റ്റിന് ഉത്തരം ചെയ്യാത്തതുകൊണ്ടാണ് കുറേ ആൾക്കാർക്ക് നമ്മുടെ ആ 80 എന്നുള്ള മാർക്ക് പോയത് സോ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ നീറ്റിൻ്റെ ലെവൽ എക്സാക്ട് നീറ്റ് ലെവലിൻ്റെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഉണ്ടാവുക കുറേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടുതൽ കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടാവുക സോ ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം സോ ഇവിടെ നോക്കട്ടെ ഒരു ഫിലമെൻറ്റ് ബൾബ് എന്ത് ചെയ്തിട്ടുണ്ട് ഫിലമെൻറ്റ് ബൾബ് ഉണ്ട് അപ്പോൾ നമുക്ക് ലെറ്റ് മീ ഡ്രോ എ ബൾബ് ഇതൊരു ബൾബാണെന്ന് വിചാരിച്ചാൽ മതി ഏകദേശം ബൾബ് ഇങ്ങനെയാണ് ഉണ്ടാവുക അതിൻ്റെ പവർ തന്നിട്ടുണ്ട് പവർ ഈസ് എത്രയാണെന്നുള്ളത് 500 വാട്ട് ആൻഡ് അതിൻ്റെ വോൾട്ടേജ് വന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 100 വോൾട്ട് 500 വോൾട്ട് ആണ് ക്യാൻ ബി യൂസ്ഡ് ഇൻ എ 230 വോൾട്ട് മെയിൻ സപ്ലൈ അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലത്തെ 230 വോൾട്ടിൻ്റെ മെയിൻ സപ്ലൈയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് വെൻ എ റെസിസ്റ്റൻസ് R ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ഇതിൻ്റെ സീരീസിലി ഒരു റെസിസ്റ്റൻസ് R കണക്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ് ദ ബൾബ് വർക്ക്സ് പെർഫെക്റ്റ്ലി ആൻഡ് കൺസ്യൂംസ് 500 വാട്ട് ഇപ്പോൾ 500 വാട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് R ഈസ് ഈക്വൽ ടു വളരെ സിമ്പിളാണ് ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അതായത് ഇവിടെ നമുക്കറിയാൻ പറ്റൂലേ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 500 ഇവിടെ ശ്രദ്ധിച്ച് കേട്ടോ കൃത്യമായിട്ട് കേട്ടോ ഈ 500 വാട്ട് ഇതിന് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അക്രോസ് എത്ര വോൾട്ടേജ് മതി 100 വോൾട്ട് മതി ആർക്ക് ഈ ബൾബിന് 100 വോൾട്ട് കിട്ടിയാൽ മതി അപ്പോൾ ഈ ബൾബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ കറക്റ്റ് 100 വോൾട്ട് തന്നെയാണ് നമ്മളവിടെ കൊടുക്കാൻ പറ്റുള്ളൂ അവിടെ കൊടുക്കാൻ പറ്റുന്ന എത്രയേ ഉള്ളൂ 100 വോൾട്ട് തന്നെ നമ്മളവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കൊടുക്കാൻ പാടുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്തത് എത്രയാ 230 വോൾട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം ഇതിനകത്ത്
മിച്ചമുള്ള, അപ്പോൾ ഇത് 100 വോൾട്ട് ഇവിടെ ഇവർ ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിച്ചമുള്ള എത്ര വോൾട്ടേജ് ആറ് ചിലവാക്കണം, ഈ ആറ് ചിലവാക്കണം. മിച്ചമുള്ള വോൾട്ടേജ് എത്രയുണ്ട് നമുക്കറിയാം, ടോട്ടൽ 230 ആണ്. 100 ഇവിടെ ചിലവായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും ഇതിൻ്റെ അക്രോസ് ആയിട്ടുള്ള 130 വോൾട്ട് ആര് യൂസ് ചെയ്യണം, 130 വോൾട്ട് ഈ ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റർ യൂട്ടിലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ആ ബൾബ് കറക്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. റെഡിയാണോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇല്ല, 130 വോൾട്ട് കണക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആറിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പം. ഈ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി വി അറിയാം. സോ ആർ എങ്ങനെ കണ്ടുപിടിക്കുക? V/I ചെയ്താൽ മതി. അതിന് I കണ്ടുപിടിക്കണം. I കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ആ സാധനത്തിലേക്ക് അങ്ങനെ കണ്ടുപിടിക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ നമുക്ക് ആ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. I കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴിയുണ്ടല്ലോ, നോക്കാം. ഈ പവറിൻ്റെ ഇക്വേഷൻ എന്താ മക്കളെ? പവറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പവർ ഈസ് ഈക്വൽ ടു, നോക്കിക്കോ, പവർ ഈസ് ഈക്വൽ ടു V²/R എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടാവുക. ഇതിൻ്റെ ഇക്വേഷൻ V²/R എന്നുള്ളതാണ് പവറിൻ്റെ ഇക്വേഷൻ വരുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ബൾബിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റൂലേ? ഇവിടെ നോക്കടാ, ബൾബിൻ്റെ റെസിസ്റ്റൻസ് V²/R കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ബൾബ്? V²/P എന്ന് എടുക്കാൻ പറ്റും. വാട്ട് ഈസ് V? V ഈസ് 100 ആണ്. 100 × 100 V² ഡിവൈഡഡ് ബൈ P, പവർ ഈസ് 500 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ലൈക്ക് എത്ര കിട്ടുന്നുണ്ടാവുക? 20 ഓം എന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ബൾബിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 20 ഓം ആണ് കിട്ടുന്നുണ്ടാവുക. എത്ര വോൾട്ടിന് അക്രോസ് ആണ് ഉണ്ടാവുക? 100 വോൾട്ടിന് അക്രോസ് 20 ഓം ഉണ്ടാവുക. അപ്പോൾ ഇവിടുത്തെ I എത്രയാണ്? കറണ്ട് ബൾബിനകത്തോടി പോകുന്ന I എത്രയാണ്? I ഈസ് ഈക്വൽ ടു V/R ആണ്. V ഈസ് 100 ആണ് ആൻഡ് R എത്രയാണ്? 20 ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 5 ആംപിയർ ആണ്. അതായത് ഈ ബൾബിൻ്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്യുന്ന കറണ്ട് എത്രയാണ്? 5 ആംപിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോണ കറണ്ട് എത്രയാണ്? ഇതിൻ്റെ ഉള്ളിൽ കൂടെ കറണ്ട് സെയിം തന്നെയാണ്, കാരണം സീരിയസ്ലി അല്ലേ? സോ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകുന്നതും 5 ആംപിയർ കറണ്ട് തന്നെയായിരിക്കും ഉണ്ടാവുക. ആൻഡ് ഇതിൻ്റെ അക്രോസ് ഉള്ളത് എത്രയാണ്? 130 വോൾട്ട് ആണുള്ളത്. ബാക്കി റെസിസ്റ്റൻസ് എത്രയാണ്? R ഈസ് ഈക്വൽ ടു V/I ആണ് ഉണ്ടാവുക. V എത്രയാ? 130. I എത്രയാ? 5 ആംപിയർ. ബാക്കി കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? 5 ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 30 26 ഓം എന്നാണ് അതിൻ്റെ ഉത്തരം കിട്ടുന്നുണ്ടാവുക. കിട്ടിയോന്ന് ആലോചിച്ച് നോക്കിയേ. യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ ഹിയർ. സോ ദിസ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. യു ഹാവ് ടു സോൾവ് ഇറ്റ് റൈറ്റ് നൗ. സോ ഒന്നും കൂടി ആലോചിച്ച് നോക്കണേ എങ്ങനെയാണ് അവർ ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കിക്കോ. ദിസ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻസ്. ഗുഡ് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെയർ വാസ് എ ബൾബ്. ഒരു ബൾബുണ്ട്. ആ ബൾബ് ഒരു റെസിസ്റ്ററായിട്ട് പാരലലി യൂസ് ചെയ്താൽ മാത്രമേ ബൾബ് എഫക്റ്റീവ്ലി വർക്ക് ചെയ്യുള്ളൂ. ബൾബ് പറഞ്ഞിട്ടുണ്ട് 500 വോട്ട് പവറുള്ള 100 വോൾട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ആൻഡ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ദിസ് ഈസ് കണക്റ്റഡ് ടു 230 വോൾട്ടിൻ്റെ ഒരു സപ്ലൈയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബൾബ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ബൾബിന് എത്ര മതി? 100 വോൾട്ട് മതി ആണല്ലോ അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് റെസിസ്റ്റർ? ഈ റെസിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള വോൾട്ടേജ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 130 വോൾട്ട് ഇവിടെ ഡിസിപ്പേറ്റ് ചെയ്യണം, എങ്കിലാണ് ബൾബ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇത്ര സാധനം കിട്ടിക്കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് R കണ്ടുപിടിക്കണമെങ്കിൽ R ഈസ് ഈക്വൽ ടു V/I എന്നുള്ളതാണ്. I കണ്ടുപിടിക്കാനുള്ള എളുപ്പം എന്താ? നമുക്ക് ഈ ബൾബിൽ കൂടി പോകണം I കണ്ടുപിടിച്ചാൽ മതി. കാരണം ഈ ബൾബിൽ കൂടി കടന്നു പോകുന്നത് അതേ I തന്നെയാണ് അപ്പുറത്തെ R കൂടിയും കടന്നു പോകുന്നുണ്ടാവും. സോ യു ക്യാൻ ഈസിലി സോൾവ് ദാറ്റ് തിങ്. ഇവിടുത്തെ I കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ബൾബിൻ്റെ R കണ്ടുപിടിക്കണം. R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. പവർ ഈസ് ഈക്വൽ ടു V²/R എന്നുള്ളതാണ്. R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് R ഈസ് ഈക്വൽ ടു V²/P ചെയ്യാം. യു വിൽ ബി ഗെറ്റിംഗ് R ഈസ് ഈക്വൽ ടു 20 ഓം എന്ന് കിട്ടുന്നുണ്ടാവും. ഈ 20 ഓം ഇവിടെ നിൽക്കുന്നത് 100 വോൾട്ടിന് അക്രോസ് ആണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റും I ഈസ് ഈക്വൽ ടു V/R ആണ്. സുഖമായിട്ട് I ഈസ് ഈക്വൽ ടു 5 ആംപിയർ കിട്ടും. ഇതേ 5 ആംപിയർ ആണ് ഇതിൽ കൂടി കടന്നു പോകുന്നുണ്ടാവുക. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദിസ് വിൽ ബി 26 ഓം എന്ന് കിട്ടുന്നുണ്ടാവും. ഉത്തരം കിട്ടിയോന്ന് ആലോചിച്ച് നോക്കി. സോ ദാറ്റ് ഇസ് എ നൈസ് ക്വസ്റ്റ്യൻ, ഗുഡ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഇസ് എ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കൺസെപ്റ്റ്സ് റെഡി ആയി വരുന്നുണ്ടാവുക. 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ടുഡേ. ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഇൻ ദ ഫ്ലോയിങ് സർക്യൂട്ട് കാണുമ്പോൾ തല കറങ്ങണ്ടാവും ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. വാട്ട് യു ഹാവ് ടു ഹാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾ കാണിക്കേണ്ടത്. സോ ഇവിടെ നോക്കുമ്പോൾ എന്തൊക്കെയോ കാണാമല്ലേ? ABCD കാണാൻ പറ്റും, 7 ഓം കാണാൻ പറ്റും. ഇവിടെ 2 ഓമിൻ്റെ സാധനം ഉണ്ട്. എന്താണ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ? കറണ്ട് കണ്ടുപിടിക്കണം, മാഗ്നിറ്റ്യൂഡും കാണാൻ, ഡയറക്ഷൻ കാണാം. കാരണം നോക്കിയേ, ഇവിടെ നിന്ന് 10 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി വെച്ചിട്ടുള്ളത് ഈ ഡയറക്ഷനിലാണ്, പിന്നെ ഒരു 5 വോൾട്ടിൻ്റെ ബാറ്ററി വെച്ചിട്ടുള്ളത് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ തന്നെ പ്രശ്നമാണ്. 2 ബാറ്ററി ഉണ്ട്, 2 ബാറ്ററിയും തിരിച്ചാണ് വെച്ചിട്ടുള്ളത്. സോ വാട്ട് വിൽ ഹാപ്പൻ ഹിയർ? നമുക്കറിയാം ഭയങ്കര സിമ്പിളാണ്. 10 വോൾട്ട് അങ്ങോട്ട് തള്ളുന്നു, 5 വോൾട്ട് ഇങ്ങോട്ട് തള്ളുന്നു. ഇത് രണ്ടും കൂടി ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 വോൾട്ട് ബാക്കി ഉണ്ടാവും. അത് അങ്ങോട്ടായിരിക്കും തള്ളുന്നുണ്ടാവുക ബേസിക്കലി. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഈ ഡയറക്ഷനിലേക്ക് പോകുള്ളൂ. ഇങ്ങനെയാണ് കറണ്ട് ഇതിനകത്ത് ഒഴുകാൻ വേണ്ടി പോകുന്നത്. അത് നമുക്ക് മനസ്സിലായി. അത് വളരെ കൂളായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ എത്രയാണ് ഉണ്ടാവുക? ബാക്കി 5 വോൾട്ട് ഉണ്ടാവും. കാരണം 10 അങ്ങോട്ട് തള്ളിയില്ലേ? നോക്കടാ, ഈ 10 വെച്ചിട്ട് അങ്ങോട്ട് തള്ളി, 10 വെച്ചിട്ട് അങ്ങോട്ട് തള്ളി, 5 വെച്ചിട്ട് ഇങ്ങോട്ട് തള്ളി. സോ ബാക്കി 5 ആണ് അങ്ങോട്ടേക്ക് ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ആണ് അവിടെ ഉണ്ടാവുക. കിട്ടിയോടാ? റെഡിയാണോ? മനസ്സിലായോ? 5 വോൾട്ട് ഉണ്ടാവുക. കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? I ഈസ് ഈക്വൽ ടു V/R. എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. V എത്രയാണ്? നമുക്ക് 5 എന്ന് ഓൾറെഡി കിട്ടി. R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 + 1 3
plus 7, that is 10. വളരെ സിമ്പിൾ ആയിട്ട് that is 10. So V is equal to എത്രയാണ് 5 divided by 10, that will be equal to 0.5 ആംപിയർ എന്നാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നുണ്ടാവുക. The 0.5 ആംപ്ലിറ്റ്യൂഡ് it will be current will be traveling from A to B, B to C, C to D അങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ഓപ്ഷൻ will be 1.5 to 0.5, ഒറ്റ 0.5 ഉള്ളൂ. അപ്പോൾ തന്നെ കിട്ടിയില്ല A to B through E, അത്രേ ഉള്ളൂ. വളരെ കൂളായിട്ട് നമുക്ക് ഉത്തരം കിട്ടാൻ പറ്റും. ദാറ്റ് ഇസ് എ തേർഡ് ഓപ്ഷൻ ദെയർ. സോ മക്കളെ അടിപൊളിയായിട്ട് ചെയ്യുക. എനിക്ക് ഐ തിങ്ക് ലൈക്ക് ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ പേപ്പർ. ഐ എം ടെല്ലിങ് ലൈക്ക് എല്ലാ ക്വസ്റ്റ്യനും ഗുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ടിട്ട് നിങ്ങളെ ചെയ്യിപ്പിക്കുന്നതല്ല നീറ്റിൻ്റെ കോച്ചിങ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ദാറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഷുഡ് ബി സ്റ്റാൻഡേർഡ് എനഫ് ഇൻ എ വേ ദാറ്റ് അത് നീറ്റിനെ റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോപ്പേൻ്റെ ടെസ്റ്റ് സീരീസ് നടത്തുന്നുള്ളത്. സോ വളരെ 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 കൂളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അടുത്ത ടെസ്റ്റ് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. NCERT നിന്ന് ഡയറക്റ്റ്ലി ക്വസ്റ്റൻ ആയിരിക്കും. NCERT ഓൺലി ആണ് നീറ്റിന് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ആ സാധനത്തിന് വേണ്ടിയുള്ള സാധനമാണ്. മൺഡേ ആണ് എക്സാം. എല്ലാവരും എക്സാം നിർബന്ധമായിട്ട് എഴുതണം. ആൻഡ് ഇവിടെ നമ്മുടെ മെൻറ്റർഷിപ്പ് ചാനലുണ്ട്. അടിപൊളിയായിട്ട് വരട്ടെ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അടുത്തടുത്ത ലൈവിലും അടുത്തടുത്ത സാധനങ്ങളിലായിട്ട് നിങ്ങളുടെ അടുത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാനും നിങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും ഒക്കെ ആയിട്ട് നമ്മളുണ്ടാവും. അവസാനം വരെ ഉണ്ടാവും. വാട്സപ്പ് ചാനലിൽ വാ, അടിപൊളിയായിട്ട് വാ, ഉഷാറായിട്ട് വാ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ലെറ്റ് മീ നോ സംതിങ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. എൻ്റെ വാട്സാപ്പ് അക്കൗണ്ട് അടിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് 1-2 ദിവസത്തേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ കിട്ടുന്നുണ്ടാവില്ല. അടിപൊളിയായിട്ട് പോകണം. ഈ ലൈവ് സ്ട്രീമിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്തായിരുന്നാലും ഇതിന് താഴെ കമൻറ്റ് ചെയ്തിട്ട് പോകണം കേട്ടോ. സോ ഉഷാറാവട്ടെ. വിൽ സി യു ദെയർ. ബൈ.